കർത്താവ് ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. എപ്പോഴും ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നിങ്ങളെല്ലാവരും പണി കഴിഞ്ഞ് വീട്ടിൽ പോകാതെ പാതിരിയോളം ഇവിടെ ഇരുന്ന് നേരെ കളിക്കുകയാണെന്ന് എനിക്കൊരു പരാതി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ വീട്ടിൽ ചെല്ലാതായാൽ നിങ്ങളുടെ കുടുംബ ബന്ധത്തിന് വിള്ളലുകൾ ഉണ്ടാകില്ല കുഞ്ഞാടുകളെ. കുടുംബ ബന്ധത്തിന് വിള്ളൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അച്ചോ ഞങ്ങൾ ഈ കളി കളിക്കുന്നത്. നിങ്ങളൊക്കെ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളല്ലേ? വൈകുന്നേരമായാൽ വീട്ടിൽ ചെന്നൊരു ചെറു ചായയൊക്കെ കുടിച്ച് ആ കുട്ടികളോട് കുറച്ച് കളി തമാശകളൊക്കെ പറഞ്ഞ് ഭാര്യയോട് അല്പം സൊറയൊക്കെ പറഞ്ഞ് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ കുടുംബബന്ധത്തിന് എന്ത് വിള്ളൽ വീഴുമെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്. പോകാൻ താല്പര്യമില്ലഞ്ഞിട്ടല്ല, പിന്നെ സാഹചര്യം നമ്മൾ അനുവദിക്കുന്നില്ല. എന്താ നിങ്ങളുടെ സാഹചര്യത്തിന് ഒരു കുഴപ്പം? ഉച്ചയ്ക്ക് 12 മണിക്ക് തുടങ്ങണ സീരിയല് രാത്രി 12 മണി വരെ അങ്ങനെ നീളും. ഈ സീരിയല് പെണ്ണുങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഈ ആണുങ്ങൾ ഞങ്ങൾ എങ്ങനെ ചെല്ലും? ഭർത്താവ്, നമ്മുടെ ഇടവയിലെ സ്ത്രീ ജനങ്ങളെല്ലാം ഇങ്ങനെ വഴിതെറ്റി പോവുകയാണല്ലോ. ഒരു പണി ചെയ്യാം, അടുത്ത ഞായറാഴ്ച പള്ളിയിലെ കുർബാനയ്ക്ക് ഞാൻ ഈ കാര്യം ഒന്ന് വിളിച്ചു പറയാം. പള്ളിയിലെ കുർബാന എന്ന് വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. വേണമെങ്കിൽ അച്ഛൻ എല്ലാ പള്ളിമേടയിലെ വീട്ടിലും ചെന്ന് നേരിട്ട് പറയണം. ഞങ്ങൾ വരാം. ശരി, നിങ്ങൾ റെഡി ആണെങ്കിൽ ഞാൻ ഇപ്പൊ പോകാം. നമുക്കെല്ലാം വീടാന്തര കയറി ഇറങ്ങി കാര്യങ്ങൾ പറയാം. ഞങ്ങൾ റെഡി. മോനായി, എന്താണ് ഈ നേരത്തെ ഒരു മരാമത്ത്? എന്നാമത്തല്ല മരാമത്തെന്ന്. എന്റെ പൊന്നച്ചോ, 10,000 രൂപ കടം മേടിച്ച് ഞാനൊരു TV വാങ്ങിച്ചു. മിടുക്കൻ. കള്ളും കുടിച്ച് നടക്കുന്ന നിനക്ക് വീട്ടിലൊരു TV എങ്കിലും മേടിച്ചു കൊടുക്കാൻ തോന്നിയല്ലോ. സംസാരങ്ങൾ സംസാരിക്കാൻ പറയട്ടെ. ഇപ്പൊ ഈ അയൽവക്കത്തുള്ള കംപ്ലീറ്റ് പെണ്ണുങ്ങൾ എന്റെ പെരക്കാത്തൊന്നും ഇറക്കത്തില്ല. എന്ത് കാര്യത്തിന്? ഉച്ചയ്ക്ക് 2:30 തുടങ്ങുന്ന സീരിയൽ കാഴ്ച രാത്രി 12 ഇതൊന്ന് തീരുമ്പം അറിയാവോ എനിക്ക് വീട്ടിൽ കയറണ്ടേ. കർത്താവ്, ഇതെന്തൊരു ചതിയാണ്. അതുപോട്ടെ, നീ എന്തിനാണ് ഇങ്ങനെ വെട്ടി ഇങ്ങനെ ചാല് കീറുന്നത്? ഒരു 10 മിനിറ്റ് കഴിയുമ്പോ അച്ഛനാ മനസ്സിലാവും. 10 മിനിറ്റ് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാകുമെന്നോ? എനിക്കൊന്നും അച്ഛനൊരു കാർ കേൾക്കുന്നല്ലോ. മോനായുടെ വീട്ടിൽ നിന്നുള്ള ഒരു കൂട്ടക്കരച്ചിൽ കേൾക്കുന്നു. അച്ഛൻ പേടിക്കാൻ. അല്ല മോനെ, എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന്. നമുക്ക് പോയി നോക്കാം. അല്ലല്ല, ഇതെന്താണ്? ഇത് എവിടെന്നാണ്? ഏത് കനാല് പൊട്ടിയാണ് ഈ വെള്ളം ഇങ്ങനെ ഒഴുകുന്നത്? എന്റെ പൊന്നച്ചോ, ഇത് കനാല് പൊട്ടി ഒഴുകുന്ന വെള്ളമല്ല, സീരിയല് കണ്ടിട്ടുള്ള കണ്ണീരാ. ഇപ്പം മാതള നാരങ്ങ സീരിയല് കഴിഞ്ഞതേ ഉള്ളൂ, അത് കണ്ടിട്ടൊഴുകിയ കണ്ണീരായത്. ഇനി വേറൊരു സീരിയല് വരാനുണ്ട്, അമ്മായിയമ്മയുടെ നാവ്. അത് കഴിയുമ്പോ ഇത് കവിയും. ഇനി ഇത് മുഴുവൻ തൂത്തുടച്ച് വൃത്തിയാക്കി കളഞ്ഞിട്ട് വേണം എനിക്കൊന്ന് പോയി കിടന്നുറങ്ങാൻ. 24 മണിക്കൂറും കള്ളും കുടിച്ച് നടക്കുന്ന ഇവനെ സീരിയല് കാരണം വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റില്ല. പിന്നെ ഈ സമൂഹത്തിൽ മാന്യമായിട്ട് നടക്കുന്ന ഞങ്ങളുടെ അവസ്ഥ അച്ഛൻ ഓർത്ത് പോയി. ഞങ്ങൾ അന്നേരം പറഞ്ഞാൽ ഈ കേസ് ഇട്ട് ഇങ്ങനെ പോകുള്ളൂ. ഒരു പണി ചെയ്യാം, നിങ്ങൾ ഇങ്ങനെ ബഹളം വെക്കല്ലേ. നിങ്ങൾക്ക് വേണ്ടി ഈ സ്ത്രീ ജനങ്ങളെ കണ്ട് ഞാനൊന്ന് ഉപദേശിക്കാം. അവരെ ഞാൻ നേർവഴിക്ക് നയിക്കാം. വീട്ടിലേക്ക് ഞാൻ അച്ഛനാകുമ്പോ നല്ല ക്ലിയർ ആയിട്ട് ഉപദേശിച്ചിട്ട് വരും. അത് മതി. അയ്യോ, ഇത് മോനാണോ? എനിക്കൊരു ചെറിയ സംശയം ഉണ്ട്. ഇവന് മദ്യം ഒന്ന് കേട്ട അലർജിയാന്ന്. എന്റെ മോനാണ് അങ്ങനെ. മോന്റെ പേരെന്താണ്? തക്കിടുവേ ജോർജുട്ടി. മോനെ ഒരു പാട്ട് പാടിക്കടാ. അല്ല പിന്നെ നല്ല രീതി പാട്ട് പാടിയ കൊച്ചിന് നിർത്തണം. എന്തുവാടാ ഇത്? എന്നാന്നോ? എടാ, ഇവന് എത്ര സിനിമാ പാട്ടുണ്ട് ഇവിടെ, അത് പാടിയാ പോരെ? ഇത് ഈ സീരിയലിലെ തന്നെ പാട്ട് പാടണോ? സീരിയലിലെ പാട്ടാണ്. നീ ഏതിലെ പാട്ടാന്ന് വിചാരിച്ച? അല്ല, ഞാൻ പോയി അവിടുന്ന്. ഈ ഏരിയയിലോട്ട് വന്ന കാലുമടക്കി കഴിക്കും കേട്ടാ, പറഞ്ഞേക്കാം. ചാലുവെട്ട് കണ്ണീര് പോട്ടെ. ഈ വെള്ളം നേരം നെയ്യാർ ഡാമിലേക്ക് പോയിരുന്ന നമുക്ക് കറണ്ടെങ്കിലും കിട്ടിയാനെ. സഹിക്കില്ല. ആ കാഴ്ച കണ്ടാൽ ആരും സഹിക്കില്ല. അച്ഛ എന്തുണ്ടെങ്കിലും എന്നോട് പറയാ. ഞാൻ പറയാം. 10 പെൺമക്കളുള്ള ഒരു പിതാവ്, അതിൽ 2 വിധവകൾ. 3 കണ്ണ് കാണാൻ പാടില്ല. ഒരിടത്തിനാണെങ്കിൽ കാലുമില്ല, ഒരിടത്തിനാണെങ്കിലോ അവിഹിത ഗർഭം. കർത്താവേ, ആ പിതാവ് ഇതെങ്ങനെ സഹിക്കും? ഇത്രയും നല്ല കഥയുള്ള സീരിയലാണോ നിങ്ങൾ എന്നോട് കാണണ്ടെന്ന് പറഞ്ഞത്? ഇന്ന് തന്നെ ഞാൻ എന്റെ മേടയിൽ പോയി എന്റെ കൊച്ചച്ഛനോട് പറഞ്ഞ് ഒരു കളർ TV ഞാൻ എന്റെ പള്ളി മേടയിൽ മേടിച്ചു വെക്കുന്നുണ്ട്. പരസ്യം കഴിഞ്ഞെന്ന് തോന്നുന്നു. ഞാൻ പെട്ടെന്ന് കണ്ടേച്ചു വരാം. അച്ഛനെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നു. നിനക്ക് അങ്ങനെ തന്നെ പറഞ്ഞു. ഇപ്പൊ നമ്മളെ പഠിപ്പിക്കാനുള്ള മാഷ് വരും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു മുദ്രാവാക്യം പഠിച്ചു തുടങ്ങാം. ജോസഫ് സാറേ സിന്ദാബാദ്, ജോസഫ് സാറേ സിന്ദാബാദ്, പെരേര സാറേ സിന്ദാബാദ്, പെരേര സാറേ സിന്ദാബാദ്. ഞങ്ങളുടെ മാഷിനെ തൊട്ട് കളിച്ചാൽ, ഞങ്ങളുടെ മാഷിനെ തൊട്ട് കളിച്ചാൽ, ഞങ്ങളുടെ മാഷിനെ തൊട്ട് കളിച്ചാൽ
കളിച്ചാൽ ഞങ്ങളുടെ മാഷിനെ തൊട്ടു കളിച്ചാൽ പുല്ലാണ് 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 പുല്ലാണ്. മാഷ് ഞങ്ങൾക്ക് പുല്ലല്ലേ. ഉഗാണ്ടയിലെ ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും നിങ്ങളെ മന്ത്രിയാവാൻ പഠിപ്പിക്കാൻ വേണ്ടി പ്രധാനമന്ത്രി നേരിട്ട് അങ്ങോട്ട് വരുത്തിയിരിക്കുന്നതിന്റെ പേരെന്താണ്? ജോസഫ് ഫ്രാൻസിസ് പെരേര റാസ്കൽ. ജോസഫ് ഫ്രാൻസിസ് പെരേര റാസ്കൽ. വൺസ് മോർ. ജോസഫ് ഫ്രാൻസിസ് പെരേര റാസ്കൽ. നീ എന്താ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ വരാതിരുന്നത്? എന്റെ പെങ്ങളൊന്ന് പ്രസവിച്ചു സാർ, അതേ ഞാൻ വരാതിരുന്നത്. ഇനി മേലാൽ ആവർത്തിക്കരുത് കേട്ടോ. അളിയനോട് പറയാം. അപ്പൊ മന്ത്രിയാൻ പ്രത്യേക കൊച്ചു നൽകുന്നതിന്റെ പേരെന്താണ്? ജോസഫ് ഫ്രാൻസിസ് പെരേര റാസ്കൽ. നമുക്കൊരു കാര്യം ചെയ്യാം, ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് പരസ്പരം ഒന്ന് പരിചയപ്പെടാം. എന്താണ് നിന്റെ പേര്? രാധാകൃഷ്ണൻ. എടാ വെറും രാധാകൃഷ്ണൻ എന്ന് പറയല്ലേ, ഭാവിയിൽ മന്ത്രിയാകണ്ടേ? അതുകൊണ്ട് ഇൻഷ്യലി ചേർത്ത് പറഞ്ഞ് കെ.വി. രാധാകൃഷ്ണൻ. KV രാധാകൃഷ്ണൻ ആണെങ്കിൽ നാളെ മുതൽ നീ അറിയപ്പെടുന്നത് KVR. നിർത്ത്. എന്താണ് നിന്റെ പേര്? എന്റെ പേര് രാജപ്പൻ. എടാ വെറും രായപ്പെന്ന് പറയല്ലേ, ഭാവിയിൽ മന്ത്രിയാകണ്ടേ? ഇൻഷ്യലി ചേർത്ത് പറ. MG രാജപ്പൻ. MG രാജപ്പൻ ആണെങ്കിൽ നാളെ മുതൽ നീ അറിയപ്പെടുന്നത് MGR. MGR. എടാടാ മോനെ നോക്കിയിരിക്കണ, ഒരു മന്ത്രി നമ്മൾ ആദ്യം അറിയേണ്ടത് മറ്റേ മന്ത്രിയുടെ കസേര എങ്ങനെ വലിക്കണം എന്നുള്ളതാ. അവൻ ഇപ്പോഴേ വലിച്ചു തുടങ്ങി, അതുകൊണ്ട് കസേരന്ന് പിടിവിടാതെ അവിടെ തന്നെ ഇരിക്കെ. എന്താണ് നിന്റെ പേര്? എന്റെ പേര് OCR. OCR-ഓ? എന്റെ പേര് ഞാൻ തന്നെ ഇട്ടു സാർ. എന്താണ് ഈ OCR? എന്താണ്? എന്റെ പേര് രാജു എന്നാ. OC രാജു. OC ഇൻഷ്യല്. അച്ഛന്റെ പേരോ? എന്റെ പേര് OPR. പെങ്ങളുടെ പേര് ഹണീബി. പിന്നെ വെല്ലുമ്മച്ചുണ്ട് കാലാപ്പാനി, പഴയ മന്ത്രിയാണ്. അങ്ങനെയാണ് നിനക്ക് തീർച്ചയായിട്ടും മദ്യവും വീട്ടാളെ എല്ലാ വകുപ്പ് കൈ കിട്ടിട്ട് എന്നിട്ട് മതി ആക്രാന്താവേശമൊക്കെ. അപ്പൊ മന്ത്രി ഞാൻ പ്രത്യേക കൊച്ചു നൽകുന്നതിന്റെ പേരെന്താണ്? ജോസഫ് ഫ്രാൻസിസ് പെരേര റാസ്കൽ. നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി പ്രതിജ്ഞ ചൊല്ലാം. നമ്മൾ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ദിവസം പ്രതിജ്ഞ ചൊല്ലാറില്ലേ? എല്ലാരും വലത്തെ കൈ നീട്ടി പിടിച്ചതേപോലെ. എടാ പിച്ച് എടുക്കാനല്ലടാ പറഞ്ഞത്, ഇങ്ങനെ നീട്ടി പിടിക്കുക കറക്റ്റ് ആയിട്ട്. എനിക്ക് കേട്ടോളൂ. ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ വോട്ടർമാരാണ്. ഇലക്ഷൻ എടുക്കുമ്പോൾ കള്ളു കൊടുത്തും കാശ് കൊടുത്തും ഞാൻ അവരെ സ്വാധീനിക്കുന്നു. ഇലക്ഷൻ കഴിയുമ്പോൾ അവരുടെ കഷ്ടപ്പാടിലും അവരുടെ ദുരിതത്തിലും ഞാൻ സന്തോഷിക്കുന്നു. ജയ് സെക്രട്ടറിയേറ്റ്, ജയ് പാർലമെന്റ്, ജയ് ഖജനാവ്. കൊള്ളാലെ വീഡിയോ. നിനക്ക് തീർച്ചയായിട്ടും ധനവകുപ്പ് കിട്ടാനുള്ള എല്ലാ ആവേശം ആവശ്യത്തിന് മതി. ധനവകുപ്പ് കൈ കിട്ടിട്ട് എന്നിട്ട് മതി ആക്രാന്ത ആവേശം കേട്ടോ. അപ്പൊ മന്ത്രി ഞാൻ പ്രത്യേക കൊച്ചു നൽകുന്നതിന്റെ പേരെന്താണ്? ജോസഫ് ഫ്രാൻസിസ് പെരേര റാസ്കൽ. ഈ പേരിങ്ങനെ നിങ്ങൾ കൂടെ ഓർക്കണം. കാരണം നിങ്ങൾ ഇവിടുത്തെ പഠിത്തം കഴിഞ്ഞ് ഭാവിയിൽ മന്ത്രിയായി എന്തെങ്കിലുമൊക്കെ അഴിമതി നടത്തുമ്പോൾ മാഷിന് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് തരണം കേട്ടാ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, മലയാളത്തിൽ അക്ഷരമാലകൾ ചേർത്ത് വെച്ച് ഭാവിയിൽ അങ്ങനെ മന്ത്രിയാകാൻ പഠിക്കാം. മലയാളത്തിൽ അക്ഷരമാലകൾ ചേർത്ത് ഭാവിയിൽ എങ്ങനെ മന്ത്രിയാവാന്ന് പഠിക്കാം. അക്ഷരമാലകൾ ചേർത്ത് വെച്ച് ഭാവിയിൽ അങ്ങനെ മന്ത്രിയാകാൻ പഠിക്കാം. മാഷ് പറയുന്നത് ശ്രദ്ധിച്ചോളൂ. അത് തന്നെ. കാക്ക കീക്കി കൂക്കു കേക്കെ കൈക്കോ കംകം. എവിടെ മുറ്റത്തൊരു മൈന തിരിഞ്ഞു നോക്കിയാൽ മൈന ഇരിക്കും. മൈനനെ പായിച്ചു ഇതെന്താ ഈ കാക്കാക്കൂട്ടി കല്ലിട്ട പോലെ? എടാ ഇതൊരു മന്ത്രി ക്ലാസ് ആണത്, അതാണ് ശ്രദ്ധിക്കണം. എടാ മാഷ് ഓരോരോ വാക്കുകൾ എടുത്തെടുത്ത് പറഞ്ഞു തരും, അതിനനുസരിച്ച് നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി കേട്ടോ. ക എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ത് ചോദിച്ചാലും ഈ ആ മാത്രമല്ലോ. എടാ ക എന്ന് പറഞ്ഞാൽ കരക്കാരുടെ. അങ്ങനെയാണെങ്കിൽ ക എന്ന് പറഞ്ഞാൽ എന്താണ്? കരക്കാരുടെ കായോ? ഇത് ആ കായല്ല, ഇത് കരക്കാരുടെ കാശുകൾ. കീ എന്ന് പറഞ്ഞാൽ എന്താണ്? മന്ത്രിയാവണതിന് മുമ്പ് ഭാഷണാക്കല്ലേ. എടാ കീ എന്ന് പറഞ്ഞാൽ കീശയിലുള്ള. കൂ എന്ന് പറഞ്ഞാൽ എന്താണ്? കൂട്ടത്തിൽ. അങ്ങനെയാണെങ്കിൽ കൂ എന്ന് പറഞ്ഞാൽ എന്താണ്? കൂട്ടാതെ. അങ്ങനെയാണെങ്കിൽ കെ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഞാൻ കണ്ടൊരു നേതാവിന്റെ പേരാണ് ഇപ്പൊ പുതിയതായിട്ട് വന്നു. വയസ്സേന്റെ ആരാണ്? കെ കരുണാകരനല്ല. എടാ കെ എന്ന് പറഞ്ഞാൽ കേരളത്തിലെയും കേന്ദ്രത്തിലെയും കാശുകൾ. കൈ എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്മെന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് കാക്ക കീക്കി കൂക്കു കേക്കെ കൈക്കോ കം. കുട്ടിക്ക് മനസ്സിലായോ? സാറേ അങ്ങനെയാണ് നമ്മൾ ഈ ആരാല ഭാഷ പഠിക്കുന്നത്. സിംഗള ഭാഷയോ? പ്ലീസ് റിപ്പീറ്റ്.
കുട്ടി ഉദ്ദേശം എനിക്ക് മനസ്സിലായി. അതല്ല കുട്ടി ഉദ്ദേശിച്ചത്. അത് ഞാൻ നിങ്ങൾ ഒരിക്കലും പഠിപ്പിക്കുകയല്ല. നിങ്ങൾ ഇവിടുത്തെ പഠനമൊക്കെ കഴിഞ്ഞ് ഭാവിയിൽ മന്ത്രിയായി എന്തെങ്കിലുമൊക്കെ അഴിമതി കേസിലും പീഡന കേസിലൊക്കെ പ്രതിയായി കഴിഞ്ഞ് നിങ്ങളുടെ ഭരണത്തിൽ പൊറുതിമുട്ടിയ ഈ ഇരിക്കുന്ന ജനങ്ങൾ മൂക്കുകൊണ്ട് നിലത്ത് വരയ്ക്കുന്ന സാധനമാണ്. അപ്പൊ മന്ത്രി പ്രത്യേക കൊച്ചു നൽകുന്നതിന്റെ പേരെന്താണ്? ജോസഫ് ഫ്രാൻസിസ് പെരേര റാസ്കൽ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. നിങ്ങളേതായാലും ഇവിടുത്തെ പഠനം കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നിങ്ങൾ മന്ത്രിയാകും. മന്ത്രിയായ ആരെങ്കിലൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും വീട്ടുകളെ വോട്ട് ചെയ്യും. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഈ പൊതുയോഗങ്ങളും പൊതുസമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ ചെല്ലുന്ന സമയത്ത് ഇവിടുത്തെ പാവപ്പെട്ട വോട്ടർമാർ നിങ്ങൾക്ക് തരുന്ന നിവേദനം നിങ്ങൾ എന്ത് ചെയ്യും? കടലാസ് കൊണ്ടുവന്നിട്ടുണ്ടോ? എടുക്ക, പോക്കറ്റിൽ നിന്ന് എടുക്ക്. ഇത് പാവപ്പെട്ട ജനങ്ങൾ നിങ്ങൾക്ക് തന്ന നിവേദനം ഒന്ന് വായിച്ചു നോക്കി. സ്പീഡിൽ അതിവേഗം ബഹുദൂരം സ്പീഡ്. ഓക്കെ, ഇതൊന്നും വേണ്ട. ഒരു കാര്യം, അത് ഏതാണ്ടൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി നല്ലോണം നിങ്ങളുടെ കാർപ്പിക്കാണ്ട് അങ്ങോട്ട് തുപ്പങ്ങോട്ട് ചുരുട്ടിക്കൂട്ട്. ആ കാലിൻ്റെ ഉള്ളിൽ ചവിട്ടിക്കൂട്ടി എന്നിട്ട് അതെടുത്ത് പള്ളലേക്ക് വിളിച്ചെറിഞ്ഞ് ഇതാണ് നിവേദനം നിന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. മനസ്സിലായോ? ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. മന്ത്രി പ്രത്യേക കോച്ച് നൽകുന്നതിന്റെ പേരെന്താണ്? ജോസഫ് ഫ്രാൻസിസ് പെരേര റാസ്കൽ. നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി വെറൈറ്റി ആയിട്ടുള്ള ചോദ്യമാണ്. ഭാരതത്തിന്റെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വരണം. കുട്ടി, എന്താണ് എന്റെ കയ്യിലിരിക്കുന്നതെന്ന് പറയൂ. ആയോ? എടാ പൊന്നുമോനെ, ഇതിന്റെ പെറ്റമ്മയാണ് നമ്മുടെ ഭാരതാംബ. നമ്മുടെ അമ്മയാണിത്. അമ്മ ഇതാണ് അമ്മ. അങ്ങനെ പഠിക്കുക. കുറച്ചാളയുമ്പോ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന് തണ്ട മോനെ. MGR ഇവൻ പറഞ്ഞ പോലെ ആ എന്നുള്ള ഉത്തരം വേണ്ട. എന്താണ് എന്റെ കയ്യിലിരിക്കുന്നത് പറയൂ. അത് 3 കളറിലുള്ള ഒരു തോർത്ത്. ഓ എന്റെടാ പൊന്നുമുത്തേ, ഓ നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. എടാ, ഇത് നമ്മുടെ അമ്മയാണ്, നമ്മുടെ പെറ്റമ്മ, നമ്മുടെ ഭാരതാംബ. ആ ഇംഗ്ലീഷ് മീഡിയ കുഴപ്പമില്ല. അപ്പൊ എന്റെ പൊന്നു OPR, ഇവര് പറഞ്ഞ പോലെ വിഡ്ഢിത്തം പറയരുത്. വളരെ ആലോചിച്ച് സൂക്ഷിച്ച് സൂക്ഷ്മതയോടുകൂടി വേണം ഉത്തരം പറയാൻ. എന്താണ് എന്റെ കയ്യിലിരിക്കുന്നത് പറയൂ. അത് ഇവരെ രണ്ടുപേരുടെ അമ്മ. ഓ എന്താ പൊന്നുമന നല്ല. ഇനി ഞാനൊരു കാര്യം ചെയ്യാം. ക്ലാസ്സിന്റെ ക്ലൈമാക്സിലേക്ക് കിടക്കുകയാണ്. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. പുട്ടുപോയ ഭാഗം വീർപ്പിക്കാനോ? ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്ന അനുസരിച്ചിരിക്കും നിങ്ങൾ ഭാവിയിലെ പ്രധാനമന്ത്രി, രാഷ്ട്രപതി, മുഖ്യമന്ത്രി ആവുന്നത്. ചോദ്യം ശ്രദ്ധിച്ചോളൂ. 12 മക്കളെ പെറ്റതള്ളേ. അവർക്ക് അങ്ങനെ തന്നെ വേണം. നിന്റെ മക്കളിൽ ഞാനാണ് ഡാഷ് ജോസഫ് ഫ്രാൻസിസ് പെരേര റാസ്കൽ. ജോസഫ് ഫ്രാൻസിസ് പെരേര. സഞ്ചാരം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്ലോസപ്പ് ഉപയോഗിക്കാത്ത രാഹുലിന്റെ വൃത്തികെട്ട ചിരി, ക്ലോസപ്പ് ഉപയോഗിച്ച കണ്ണിന്റെ സുന്ദരമായ ചിരി. നമസ്കാരം. സഞ്ചാരം പരിപാടിയുമായി ഞാൻ ബജാജ് എന്ന് പേരെഴുതിയതും 3 ചക്രമുള്ളതുമായ വാഹനത്തിലൂടെ അതിശയിച്ച് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ വാഹനത്തിൽ നിന്നും 10 രൂപയ്ക്ക് പകരം 15 രൂപയും കൊടുത്ത് ഞാൻ ഇറങ്ങിയത് റോട്ടിലെ ഒരു കുഴിയിലേക്കായിരുന്നു. ഈ വീഴ്ച ഇവിടുത്തെ ഒരു ആചാരമാണത്രേ. ആരോ കണ്ടോ എന്ന് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരാൾ പുറകിൽ നിന്നും വിളിച്ചു കൂവുന്നുണ്ടായിരുന്നു. എല്ലാം കാണുന്നവൻ സാക്ഷി. സാക്ഷിക്കെന്താ കൊമ്പുണ്ടോ? ഇനി ഞങ്ങളും അങ്ങ് സമ്മതിച്ചേക്കാം. സാക്ഷിക്ക് അല്പം കൊമ്പുണ്ട്. ആ പ്രിയ സത്യത്തിൻ്റെ കൊമ്പ. വീഴ്ചയുടെ ആഘാതത്തിൽ ഞാൻ അമേരിക്കയിൽ നിന്നും വാങ്ങിയ എൻ്റെ കണ്ണടയുടെ കാൽ പൊട്ടി. അതിൻ്റെ കാരണമറിയുവാൻ ഞാനൊരു കണ്ണടക്കടയിലേക്ക് കയറിയപ്പോൾ കണ്ണടക്കടക്കാരൻ ഇങ്ങനെ പറഞ്ഞു: നിങ്ങളുടെ കണ്ണടയുടെ പ്രശ്നത്തിൻ്റെ കാരണം ഇപ്പോൾ ഇവിടെ പറയുവാൻ സാധ്യമല്ല. അതുകൊണ്ട് താങ്കൾ പ്രശസ്തനായ ജ്യോത്സ്യൻ ആറ്റുകാൽ രാധാകൃഷ്ണനെ സമീപിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഞാൻ ആറ്റുകാൽ രാധാകൃഷ്ണൻ്റെ വീടന്വേഷിച്ച് നടന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിനെ നോക്കി 2 പേർ പുകഴ്ത്തി പാടുന്നുണ്ടായിരുന്നു. ചന്ദനച്ചായുള്ള ചുവരുകൾ, വെണ്മയാർന്ന തൂണുകൾ, മനോഹരമാണി മാളിക, വർണ്ണമനോഹരമാണി മാളിക, വർണ്ണം വിതറി വിളങ്ങി നിന്നു. ഞാൻ ആറ്റുകാൽ രാധാകൃഷ്ണനോട് കാരണം ആരാഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: മൂലം രാശിയാണെങ്കിൽ വീടിന്റെ മൂലയിൽ നിന്ന് മാറാതിരിക്കുന്നതായിരിക്കും ഉത്തമം. ഭരണി പൊട്ടിപ്പോകാതെ നോക്കുന്നത് വളരെയധികം നന്നായിരിക്കും. ചൊവ്വ അന്ന് 1-ാം തീയതി ആയതുകൊണ്ട് ബീവറേജ് ഷാപ്പുകൾക്കെല്ലാം തന്നെ അവധിയായിരിക്കും. പകരം കള്ള് ഷാപ്പിൽ പോകുന്നതായിരിക്കും വളരെയധികം നല്ലത്.
മുൻഷി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡൊമാക്സ്. വയറിളക്കം ഛർദി എന്നെ തോൽപ്പിക്കുവാൻ വേണ്ടി വീണ്ടും ഡൊമാക്സ് കൊണ്ടുവന്നിരിക്കുന്നു. വെട്ടിക്കൾ എന്നെ തോൽപ്പിക്കാൻ നോക്കണ്ട, ഞാൻ തോൽക്കില്ല. സാറന്മാരെ അറിഞ്ഞില്ലേ, നമ്മുടെ പുതിയ സർക്കാരെ 1000 ദിവസം പിന്നിട്ടത്രേ. എടോ കറിയാച്ച, ദിവസത്തിലല്ല കാര്യം, പ്രവൃത്തിയിലാ. നമ്മുടെ അച്ചുമാവനെ സത്യപ്രതിജ്ഞ ചെയ്തതിനെതിരായി ഒന്നും ചെയ്യില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. ഓർമ്മയില്ലേ അച്ചുമാമിയുടെ സത്യപ്രതിജ്ഞ? വേലിക്കകത്തു ശങ്കരൻ അച്ചുമാമൻ എന്ന ഞാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഭാരതത്തിൻ്റെ ഭരണഘടനയോടു കൂറു പുലർത്തുമെന്നും അതിനെതിരായി അറിഞ്ഞുകൊണ്ടോ അറിയാതെ കൊണ്ടോ വിമാനത്തിൽ കയറുകയോ അവിടെ എവിടെയെങ്കിലും മാറി മാറി പിടിക്കുകയോ ചെയ്യുകയില്ലെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യും. അല്ല കോയ, ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടോ പ്രതിപക്ഷത്തു നിന്നൊന്നും ഒരാളും മിണ്ടുന്നില്ലല്ലോ കോയ. ഇതെന്താണപ്പാ പ്രതിപക്ഷത്തു നിന്നൊന്നും ആരും മിണ്ടാത്തത്? ഞങ്ങള് മിണ്ടാതിരിക്കുന്നതല്ല, ഞങ്ങള് മിണ്ടേണ്ട കാര്യമില്ല, അതുകൊണ്ടാണ് ഞങ്ങള് മിണ്ടാതിരിക്കുന്നത്. എൻ്റെ ജോലി എന്ന് പറയുമ്പോൾ മുട്ടനാടുകളെ തമ്മിൽ കൂട്ടിയിടിപ്പിച്ച് ചോര കുടിക്കുന്ന കുറുക്കൻ്റെ ജോലിയാണ് എൻ്റെ ജോലി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിലൊന്നും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമില്ല. തള്ളേ അണ്ണാ, നമ്മളെ പരശുരാമൻ മഴ പറഞ്ഞിട്ടല്ലല്ലോ നമ്മളെ കേരളം പൊങ്ങി വന്നത്. അപ്പോൾ മഴ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ കേരളം വീണ്ടും കടലിൻ്റെ ഉള്ളിലേക്ക് തന്നെ പോയിട്ട് ഈ പ്രശ്നങ്ങളെല്ലാം തീരില്ല അണ്ണാ. ഓണം വന്നാലും കാണം വന്നാലും കോരൻ്റെ കഞ്ഞി കുമ്പിളിൽ തന്നെ. 1968 മലയാള സിനിമയുടെ അഭിമാനകാലം. കരുതമ്മ വള്ളവും വലിയും മേടിക്കാനേ രൂപ കൊടുത്തു കരുത്തമ്മ. അയ്യോ കൊച്ചു മുതലാളി, ഇവിടെ നിന്നും പോകൂ മുതലാളി, എന്നെ നശിപ്പിക്കാതിരിക്കരുതേ, ഇവിടെ നിന്നും പോകൂ. അയ്യോ അത് തെറ്റാണ് കൊച്ചു മുതലാളി. അങ്ങനെയെങ്കിൽ ഞാനിവിടുന്ന് പോകാൻ കരുതമ്മ. 2008 മലയാള സിനിമയുടെ അപമാനകാലം. നിങ്ങളുടെ കിരൺ ടിവിയിൽ ഇന്ന് രാത്രി 7:30 മലയാള ഇംഗ്ലീഷ് ഹോളിവുഡ് സൂപ്പർ ഹിറ്റ് ചലച്ചിത്രം ജെയിംസ് ബോണ്ട് 007. മിസ്റ്റർ എബ്രിൻ, ഹെലികോപ്റ്റർ ദ്രുതഗതിയിൽ പോകട്ടെ. ആദ്യ ചവിട്ടാൻ. എന്താ മോളെ? നമ്മളെ ഫ്ലാറ്റിന്റെ 8ാം നിലയിൽ താമസിക്കുന്ന ജോണിനെ വിവാഹം കഴിച്ചു തരണം. അങ്ങനെയെങ്കിൽ നീ നമ്മുടെ ഫ്ലാറ്റിന്റെ 1ാം നിലയിലേക്ക് താമസം മാറ്റേണ്ടി വരും മോളെ. എന്തിനാച്ചാ? അവന്റെ 2 കാര്യം ഞാൻ തല്ലി ഓടിക്കും. പിന്നെ അവൻ എങ്ങനെ 8ാം നിലയിലേക്ക് കയറും? ജോൺ, ഈ കാപ്പറ്റിനായി പിതാവിന്റെ അരികിൽ നിന്ന് എന്നെ രക്ഷിക്കൂ. ഇനി അദ്ദേഹത്തിന്റെ കൂടെ പോകരുത്. 2 പേരും കൈ പൊക്ക, 4 കൈയും പൊക്കാൻ പൊങ്ങട്ടെ. ഒരു വെടിയുണ്ടല്ലേ വരുന്നത്, ഒരു വെടിയുണ്ടോ? ആ വെടിയുണ്ട് എങ്ങനെ ഒരു പലകയെടുത്ത് തടുക്കാൻ. ഇനി പലകിയെടുക്കണ്ട, എനിക്ക് വെടി കൊണ്ടു എന്നാണ് തോന്നുന്നത്. മോനെ സമയം എത്രയായി മോനെ? സമയം എത്രയായി? 5:55. 5:55. നോക്കണ്ട, 5:55. അയ്യേ, എന്തൊരു കഷ്ടം അത്. പിന്നെ അടുത്ത വീട്ടിലെ സാവിത്രി അടുത്തിന് അടുത്തൊന്ന് ഫോൺ കൊടുക്കുക. പ്രഭാരേട്ടനാണ്, ഒന്ന് കൊടുക്കുക. അങ്ങനെ വിളിച്ചാൽ കട്ട് ചെയ്യണ്ട, ഞാൻ ഇവിടെ മിണ്ടല്ലേ, ഞാൻ കാത്തുക. സാവിത്രി, ഞാൻ സ്വർണം വാങ്ങാൻ വേണ്ടിട്ട് വന്നതാ.
അപ്പൊ ഞങ്ങളെ റോട്ടിന്റെ മുകളില് പിന്നെ മരം വീണിട്ട് റോഡ് ബ്ലോക്കാ, വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകില്ല. അതുകൊണ്ട് അപ്പൊ ഞാൻ ഇവിടെ ഉള്ള ആളെടുത്ത് ഫോണ് വാങ്ങി വിളിക്കുകയാണ്. അല്ല അത് മതി 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 കേട്ടാ. അപ്പൊ അങ്ങോട്ടോട് ഇങ്ങോട്ട് വരാൻ പറയും, നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോകാം സ്വർണ്ണപീടിയിലേക്ക്. ആയിക്കോട്ടെ, ഞാനിവിടെ നിക്കാം. ആ അവിടെ വന്നോളൂ, അവർ വന്നോളും 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 അവർ വന്നോളും വന്നോളും. അത് ചെറിയൊരു പയ്യ ഇവിടെ കടന്ന് വെറുതെ അവിടുന്ന് എന്താ ബാലൻസ് കുറവാ, അതുകൊണ്ട് ബാലൻസ് ഒരു കാര്യം. എന്റെ ഫോണ് അതെ കേട്ടെ, ഞാൻ വേറെ ഒരാളെ ഫോണിൽ നിന്ന് വിളിച്ചതാണ് പോലെ. ആയിക്കോട്ടെ, നീ നല്ല കുട്ടിയാട്ടോ മോനെ. മോന്റെ വീട് എവിടെയാണ്? എന്റെ വീട് പാലക്കാട്. പാലക്കാടാണ്? അതെ അതെ അതെ. മോളെ കല്യാണത്തിന് സ്വർണ്ണം എടുക്കാൻ വേണ്ടി പോവാണ്. സ്വർണ്ണം എടുക്കാനാ? അതെ അല്ലേ? 4 പെൺകുട്ടികളാ. എവിടെ? എനിക്ക്. ഓ നിങ്ങൾക്കല്ലേ? ഞാൻ ആദ്യം തന്നെ ഇളയ പെൺകുട്ടിന്റെ കല്യാണം കഴിച്ചു കൊടുത്ത്. മൂത്ത പെൺകുട്ടിയുടെ കല്യാണം ആദ്യം കഴിച്ചു കൊടുക്കണ്ടേ? മൂത്തൊക്കെ ഒരു കുട്ടിയുണ്ട്. കുട്ടിയോ? അപ്പൊ ഇളയമോളെ കല്യാണം കഴിച്ചെന്നുള്ള ചേട്ടൻ പറഞ്ഞ മൂത്തൊക്കെ ഒരു കുട്ടി ഉണ്ടെനി. പിന്നെ കുട്ടി ഉണ്ടായപ്പോ അതിന്റെ ഹൗസ് ഓണർ വന്ന്. ഹൗസ് ഓണറോ? ഹൗസ് ഓണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുട്ടിയുടെ അച്ഛൻ. കുട്ടിയുടെ അച്ഛൻ. മനസ്സിലായി മനസ്സിലായി. ഓക്ക് ഞാന് ചെറുതായിട്ട് നോക്കി ഇത് കേക്കി ഇതവിടെ. ഓക്കെ, ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ആരെങ്കിലും ഒന്ന് കേക്കിയടോ. ഞാൻ കേൾക്കുന്നുണ്ടല്ലോ. അസ്ഥികൂടത്തിന് ചട്ടിട്ടുണ്ട്. ബസ് വരുന്നുണ്ട് മോനെ. ബസ് വരുന്നുണ്ട്, കണ്ടൂടെ? എന്താണല്ലേ വലിയ കണ്ണാടി വെച്ച് ബസ് വരുന്നുണ്ടോ ചോദിക്കാ? ഇതെന്താ ഷർട്ടിന്റെ മോൾ അസ്ഥികൂടത്തിന്റെ പരസ്യമൊക്കെ ഉള്ളത്? നിങ്ങൾ കാലന്റെ മോനാണ്. എന്താ എനക്ക് ഷർട്ട് വേണം? എന്നാ എടുത്ത ഊരിക്കടേ. കൊറേ നേരം എന്റെ തുടങ്ങിട്ട് വയസ്സനാന്ന് നോക്കൂല. പോട്ടെ പോട്ടെ, പ്രായമല്ലേ. പോട്ടെ പോട്ടെ. മോനെ ഒന്നുമില്ലെങ്കിൽ നിന്നെ പോലെ 4 കുട്ടികളുടെ എനിക്ക്. ചേട്ടാ പ്രശ്നമൊക്കെ അല്ലേ ചേട്ടാ? പോട്ടെ, കളി വേണ്ടട്ടാ. പോട്ടെ പോട്ടെ പോട്ടെ. ആ വയസ്സ് 60-ആം വയസ്സിൽ അറിഞ്ഞു കത്തില്ലെങ്കിലേ 70-ആം വയസ്സിൽ എറിഞ്ഞു കൊള്ളാൻ ചൊല്ലുണ്ട്. എന്ത് വർത്തനാണോ ഈ പറയുന്നത്? എന്താ? പോട്ടെ പ്ലീസ്, പോട്ടെ പോട്ടെ. മാന്യന്മാരല്ലേ നിങ്ങളൊക്കെ? അവിടെ ആൾക്കാരെ നോക്കിയിരിക്കുന്നുണ്ട്. സ്വർണത്തിനൊക്കെ വലിയ വിലയാണ് മോനെ. ശരിയാ, വലിയ. എന്റെ കല്യാണത്തിന്റെ സമയത്ത് സ്വർണത്തിന് 2000 ഉറുപ്പ്യ ആയിരുന്നു. അതെയോ? പിന്നെ 3-4 കൊല്ലം കഴിഞ്ഞപ്പോ 4000 ഉറുപ്പ്യായി. 4000 ഉറുപ്പ്യപ്പോ ഞാൻ എന്ത് ചെയ്ത് ഈ സ്വർണം കൊണ്ടുപോയി പണയം വെച്ചിനി. പിന്നെ ആ സ്വർണം മാറ്റി വെച്ചപ്പോ എനിക്ക് 1000 ഉറുപ്പ്യ കിട്ടി. 1000 ഉറുപ്പ്യ? പിന്നെ 2 കൊല്ലം കൂടെ കഴിഞ്ഞപ്പോ സ്വർണത്തിന് 6000 ഉറുപ്പ്യായി. അപ്പൊ ഞാൻ പിന്നെയും കൊണ്ടുവച്ചിട്ടാ. പിന്നെ കൊണ്ടുവച്ചപ്പോ എനിക്ക് 2000 ഉറുപ്പ്യ പിന്നെയും ഇങ്ങോട്ട് കിട്ടി. പിന്നെ കിട്ടി? അപ്പൊ വാങ്ങിയതിന്റെ ഇരട്ടി കിട്ടിയല്ലോ. സ്വർണത്തിന് ഭയങ്കര വിലയല്ലേ ഇപ്പൊ? ശരിയാ. മോളെ കല്യാണ മിനിറ്റ് വെച്ചാണ് കൂടുന്നത്. മിനിറ്റ് ചെയ്യാണ് മോനെ മനസ്സിലാക്കണ ആള്. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാത്ത പല കള്ളന്മാരും ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പൊ ഉണ്ടല്ലോ, ഇപ്പൊ തന്നെ ഞാൻ എന്താ കുടുംബക്കാരൊക്കെ കൂട്ടി സ്വർണ്ണക്കടയിലേക്ക് പോവാ. സ്വർണം വാങ്ങാൻ വേണ്ടിട്ട് പോവാ. സ്വർണം വാങ്ങാൻ വേണ്ടി പോണ സമയത്ത് പൈസ അതിന്റെ കാര്യങ്ങളൊക്കെ എന്റെ കയ്യിലുണ്ട്. അപ്പൊ മോനെ ഞാൻ ഈ പൊറ്റങ്ങാടി സതീശൻ അറിയില്ല? ഈ പൊറ്റങ്ങാടി സതീശനോ? ഞാൻ തീർച്ചയായിട്ടും. ഓ മോനെ ഇപ്പൊ വരാം. ആള് വന്നു കേട്ടോ. ശരി ശരി. ഓക്കെ ചേട്ടാ, തീർച്ചയായിട്ടും കേട്ടോ. ഓക്കെ ശരി ശരി. ഓക്കെ, ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതേ. ഓക്കെ, നല്ലത് കേട്ടോ. ഓക്കെ ഓക്കെ ശരി. നല്ലൊരു പയ്യല്ല പോയത്. ഞാനേ സ്വർണം വാങ്ങാൻ വേണ്ടി നിങ്ങളോട് എന്താ അപമര്യാദയായിട്ട് പെരുമാറേണ്ട? ക്ഷമിക്കണ്ട. ഞാൻ വേറെ ഒരുപാട് പ്രശ്നമായിട്ട് നിൽക്കുക. നിങ്ങൾക്ക് എന്താ ഒരു ദുഃഖം? ഞാൻ വന്നപ്പോ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങളെ മുഖത്ത് എന്തോ ഒരു ദുഃഖമുണ്ട്. എന്താണത്? എന്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടണ്ട. നിങ്ങളെ കാര്യം നോക്കി. ഞാനിത് സ്വർണം വാങ്ങാൻ വേണ്ടി പോവാണ്. അപ്പൊ എന്റെ മോളെ ചെക്കൻ പറഞ്ഞ്, അച്ചച്ച നിങ്ങൾ സ്വർണം വാങ്ങാൻ വേണ്ടി പോവുകയാണെങ്കിൽ ട്രൗസർ ഇട്ടോളാൻ വേണ്ടി പറഞ്ഞു എന്നോട്. ഇതാ കണ്ടതാ, വലിയ ട്രൗസർ. ഇല്ലെങ്കിൽ പൈസ ആരെങ്കിലും പോക്കറ്റ് അടിച്ചാവൂലേ? അതിനെ കൊണ്ട് ഇപ്പൊ ഈ ട്രൗസറിന്റെ പോക്കറ്റിൽ പൈസ ഇട്ട് കഴിഞ്ഞാൽ ആരും അടിച്ചു പോവില്ല. പൈസ ആണല്ലേ? എന്ത് പൈസ? 1,00,000 ഉറുപ്പ്യ. എന്റെ ഈശ്വര, ഞാൻ എടുക്ക്. ഞാൻ നിന്റെ അടുത്ത് വന്നിട്ടുണ്ടോ? തന്റെ അടുത്ത് സംസാരിച്ചിരുന്ന അവൻ കൊണ്ടുപോയിട്ടുണ്ടാവും. ഞാൻ എടുത്തില്ലല്ലോ. അവൻ നിന്നെ കെട്ടിപ്പിടിച്ച് എന്തോ കാട്ടിയിട്ടില്ല, അവൻ കൊണ്ടുപോയിണ്ടാവും. എടോ, ഇതിനൊക്കെ തന്നെ ഞാൻ കുറ്റം പറയുള്ളൂ. തന്നെ ഞാൻ കുറ്റം പറയുള്ളൂ. എടോ, ഒരു ഉത്തരവാദിത്തം വേണ്ടോ? തന്റെ മകളുടെ കല്യാണത്തിൽ പണ്ടെടുക്കാൻ പോകുന്നല്ലേ പറഞ്ഞത്? എടോ, താൻ ഈ 1,00,000 രൂപ വെച്ച് താൻ ഇവിടെ എന്തെടുക്കായിരുന്നോ? എടോ, ഉത്തരവാദിത്തം വേണ്ടോ മനുഷ്യനാണെങ്കിൽ? മനസ്സിലായില്ലേ? സ്വന്തം മോളെ കല്യാണം കഴിപ്പിക്കണം. തനിക്ക് എന്നെ മനസ്സിലായോ? ഞാനാണ് വയനാട്ടിൽ വലിയ കൃഷി നടത്തുന്ന ആളാ. മനസ്സിലായോ? ഇഞ്ചി, ഏലം, കുരുമുളക് ഇതൊക്കെ ഒന്നായിട്ട് കച്ചവടം നടത്തുന്ന ആളാ. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഒരിന്റെ കലക്ഷൻ 1,50,000 പുറത്തുണ്ടാവും.
അത് ഞാൻ ഡെയിലി കൊണ്ടുവരുന്നതാണ്. പക്ഷെ എന്റെ കയ്യിൽ നിന്ന് 5 പൈസ ഇന്ന് വരെ ആരും കെട്ടിട്ടില്ല. കാരണം എന്താ? എന്റെ ഭദ്രത, ഉത്തരവാദിത്വം ഇതുവരെ ആർക്കും കക്കാനും കഴിഞ്ഞിട്ടില്ല. ഇന്നുണ്ടോ 1.5 ലക്ഷം റുപ്യ പോക്കറ്റില്, ഒരുത്തരും തൊട്ടിട്ടില്ല. മനസ്സിലായില്ലേ? അതാണ് സൂക്ഷിപ്പ്. ഇതാ കാണിച്ചിരുന്നു 1.5 ലക്ഷം പോക്കറ്റില്. അയ്യോ 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 എന്റെ പോക്കറ്റ്, അയ്യോ എന്റെ പോക്കറ്റ്, അയ്യോ ഇയാളെ കയ്യിൽ ട്രൗസറിനുള്ളിൽ കുടുങ്ങിപ്പോയേ. ട്രൗസറിനുള്ളിൽ കുടുങ്ങിയാടാ. 1.5 ലക്ഷം പോക്കറ്റ് അടിച്ചാ. പ്രിയമുള്ള നാട്ടുകാരെ, മടിച്ചു നിൽക്കണ്ട, കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ മാനരസ ഗുളികൾ വാങ്ങിച്ചു കഴിക്കൂ. 9,999 രൂപ മാത്രം. ഈ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ആരാകണമെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നിരാശ മാത്രമായിരിക്കും ബാക്കി ഉണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ ഈ മാനരസ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നിരാശയെല്ലാം മാറി നിങ്ങൾ ആരാകാനാണോ ആഗ്രഹിച്ചത് ആ വ്യക്തിയായി തീരും. മടിച്ചു നിൽക്കണ്ട, കടന്നു വരൂ. സാമ്പിൾ വെറും സൗജന്യമായിട്ട് ഇവിടെ കൊടുക്കുന്നതാണ്. ഹലോ ഹലോ, നമസ്കാരം. എന്ത് ഗുളികയാണ് ചേട്ടന്റെ കയ്യിലുള്ളത്? നിങ്ങൾക്ക് എന്തെങ്കിലും ആരാകാനെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നടക്കാതെ വന്നിട്ടുണ്ട്. പക്ഷേ എന്റെ ഈ മാനരസ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി നിങ്ങളായി തീരുന്നതാണ്. പൊന്നേട്ടാ, എനിക്ക് ആഗ്രഹം നടക്കാതെ പോയ ഒരു കാര്യമേ ഉള്ളൂ. എന്താണ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു സിനിമാ നടനായി മാറണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. എന്നിട്ട് നടന്നോ? എന്നിട്ട് നടന്നില്ല. ഞാൻ പല പല ഡയറക്ടർമാരെ വീടുകളിൽ പോയി കയ്യും കാലും പിടിച്ചിട്ട് പോലും ഒന്നും നടന്നിട്ടില്ല. പക്ഷേ സുഹൃത്തെ, എന്റെ ഈ മാനരസ ഗുളിക വാങ്ങിച്ച് നിങ്ങൾ കഴിച്ചു നോക്ക്. നിങ്ങൾക്കാകാം. ഏത് സിനിമാ നടനാണോ ആഗ്രഹിച്ചത് അതങ്ങനെ ആയിത്തീരും. അത് കൊള്ളാല്ലേ. പക്ഷേ ഇതിന്റെ ഒറിജിനൽ വില 9,999 രൂപ. പക്ഷേ ഈ സാമ്പിൾ സൗജന്യം. സാമ്പിൾ സൗജന്യമല്ലേ? സൗജന്യമാണ്. സാമ്പിൾ താട്ടെ, ആദ്യം സാമ്പിൾ നോക്കട്ടെ. കണ്ട, ഇത് മൊത്തം സിനിമാടന്മാരുടെ സംഭവമാണ്. നിർത്തി വെച്ചിരിക്കുകയാണ്. മോഹൻലാൽ, ഇത് മോഹൻലാൽ ആവാനുള്ളത്, ഇത് ജയറാം ആകാനുള്ളത്, ഇത് മമ്മൂട്ടി ആവാനുള്ളത്. അതിനോട് ഒട്ടിച്ചേർന്നിരിക്കുന്ന ഗുളിക ഏതാണ്? അത് തരില്ല. അത് സുരാജ് വെഞ്ഞാറമൂടിന്റെ സംഭവമാണ്. എല്ലാ സംഭവമുണ്ട്. ഈ ഗുളികയ്ക്ക് വല്ല സൈഡ് എഫക്റ്റും ഉണ്ടോ? ഒരിക്കലുമില്ല സുഹൃത്തെ. സൗണ്ട് എഫക്റ്റ് മാത്രമേ ഉള്ളൂ. സൗണ്ട് എഫക്റ്റേ ഉള്ളൂ. അതായത് നിങ്ങൾ ഏത് സിനിമാ നടനാണോ ആഗ്രഹിച്ചത് അതുപോലെ നടക്കും. ചേട്ടൻ ഒരു കാര്യം ചെയ്യും, ഒരു സാമ്പിൾ ചേട്ടൻ ഒന്ന് കഴിച്ച് കാണിച്ചാ. തട്ടുപ്പാടോ നോക്കണമല്ലോ. എന്റെ പൊന്നു സുഹൃത്തെ, അങ്ങനെ പലരും കാണും. പക്ഷെ ഞാൻ ആ വ്യക്തിയല്ല. ചേട്ടൻ ഒരു കാര്യം ചെയ്ത് ഒരു സാമ്പിൾ ഒന്ന് കഴിച്ച് കാണിച്ചാൽ ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റുള്ളൂ. എന്താ സുഹൃത്തിന്റെ പേരെന്താണ്? എന്റെ പേര് ശശി. ശശിക്ക് എന്തായാലും എന്നെ വിശ്വാസമല്ല. എന്തായാലും ഞാൻ ഒരു ഗുളിക കഴിച്ച് കാണിച്ചു. ഈ ഗുളിക എടാ സുരേഷ്, നിനക്ക് എന്നോട് ഇത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ എന്നോട് ഇങ്ങനെയൊക്കെ പറയായിരുന്നോ? പണ്ട് കോളേജിൽ പഠിക്കുന്ന കാലത്ത് മതിയടാ, ഞാനായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. പക്ഷെ റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. അതിങ്ങനെയാ? അവറ്റൊക്കെ നിന്നോട് സ്നേഹമില്ലല്ലോ. അയ്യോ, ബിന്ദു പണിക്കരുടെ അതേ ശബ്ദം. ഈ ഗുളിക കഴിച്ചപ്പോ കൊള്ളാം. എന്റെ ചേച്ചിക്ക് ഒരെണ്ണം മേടിച്ചു കൊടുക്കണം. എനിക്ക് ബിന്ദു പണിക്കർ ഭയങ്കര ഇഷ്ടമാണ്. ഇത് സാമ്പിൾ ആവുകൊണ്ടാണ് പെട്ടെന്ന് കട്ടായി പോയത്. അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ മുഴുവൻ കിടക്കും. അപ്പൊ ചേട്ടൻ എനിക്ക് ആദ്യം ഏത് ഗുളികയാണ് തരാൻ പോകുന്നത്? ആദ്യം ഞാൻ ഒടുവിൽ തരാം. ആദ്യം ഒടുവിൽ തരാന്നോ? ചേട്ടൻ എന്ത് പറഞ്ഞു? ആദ്യം എന്താ, അല്ലെങ്കിൽ ഒടുവിൽ ഇതാ? ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ആകാനുള്ള ഗുളിക തരാമെന്ന്. അയ്യോ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ആകാനുള്ള ഗുളിക ഉണ്ടോ? പിന്നെ ഞാൻ ബാബാ ബ്രദേഴ്സിന്റെ മാനേജറാണെന്ന് വേണമെങ്കിൽ പറയാം, കാര്യസ്ഥനാണെന്ന് പറയാം, ഇനി അടിയാളാണെന്ന് പറഞ്ഞാലും യാതൊരു വിരോധവുമില്ല. കാഴ്ചയ്ക്ക് ഞാൻ പ്രേമനസീറാണെങ്കിലും ഉള്ളിൽ ഭരതഗോപിയ, പ്രണയരോഗം ലെവലേശയില്ല. പത്മിനി അല്ലേ? ഈ വടിവത്തുള്ള ശരീരം ഉണ്ടല്ലോ, ഡാൻസ് ചെയ്യാൻ പറ്റിയതാ. എന്നാ പിന്നെ എന്താ പറ്റിയ സാമ്പിള് ഇതിന്റെ ഒറിജിനൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ മുഴുവൻ നീളത്തിൽ കിടക്കും. ശരി, സാമ്പിൾ കഴിച്ച് ഇത്തിരി നിൽക്കുള്ളൂ. അപ്പൊ അടുത്ത പ്രിയ സുഹൃത്തിന് എന്താണ് വേണ്ടതെന്ന് എന്റെ അടുത്ത് ചോദിച്ചാൽ മതി, ഞാൻ ഗുളിക അങ്ങ് തരാം. എനിക്ക് ഇതുപോലെ തന്നെ ഇഷ്ടമുള്ള നടനാണ് KTS പടം. KTS പടം തരടേ, ഇവിടെ കിടക്കെ എടുത്തോ. KTS പടം എന്തിനാടാ കണ്ണീര് കുടിക്കുന്നേ? കിണറ്റിൽ ഇഷ്ടംപോലെ വെള്ളമുണ്ടല്ലോ, കോരി കോരി കുടിച്ചോ. അവര് കാലം കൈമാറുന്ന സമയത്ത് നിന്നെ വലുത് കണ്ടായിരുന്നെങ്കിൽ നീ ചോര ഛർദ്ദിച്ച് ചത്തേടെ. അത് ശരി, അങ്ങനെയാണെങ്കിലേ ഒറിജിനൽ മേടിക്കാം. അതിന് മുമ്പ് കുറച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം. സാമ്പിൾ സൗജന്യമല്ലേ? അങ്ങനെയാണ്. എനിക്ക് ജയറാമിന്റെ ഗുളിക തരാമോ? ജയറാത്തിന്റെ എവിടെ കിടക്കണ്ടേ? ആഹാ, കിട്ടി. ജയറാം. അയ്യോ
ഹലോ ഗുഡ് മോർണിംഗ്. രാവിലെ ഇങ്ങടാ കോളേജിലേക്കാ. എന്നും കോളേജിലേക്കല്ലേ പോണത്. ഇന്നൊരു ചേഞ്ചൊക്കെ ആയിക്കോട്ടെ. ഐസ്ക്രീം പാർലർ പോകാം, സിനിമയ്ക്ക് പോകാം. ബാലകൃഷ്ണ, നമുക്ക് ആ പപ്പേട്ടൻ്റെ കടയിൽ പോയിട്ട് പുട്ടും പപ്പട്ടും കിട്ടും പിടുത്തം കണ്ട് പിടിച്ചാലോ? ശേഖര, വണ്ടി വിട്. അയ്യോ, എനിക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങളെ കുടികളൊക്കെ. ഒറിജിനൽ വാങ്ങിക്കാം. അതിന് മുമ്പ് എനിക്ക് കുറച്ച് സാമ്പിളുകൾ തരൂ. എനിക്ക് പഴയ വില്ലൻ കഥാപാത്രങ്ങളൊക്കെ ചെയ്യുന്ന മുതല കുഞ്ഞുങ്ങളുടെ അടുത്ത് കിടക്കുന്ന ഗുളികൾ വല്ലതും ഉണ്ടോ? അത് പഴയതല്ല, അകത്താണ്. ജോസ് പ്രകാശ് നേരത്തെ ചോദിക്കുന്നത് എല്ലാം എടുത്ത് വെളി വെച്ചിരുന്നു. ജോസ് പ്രകാശത്തിന്റെ ഹലോ മിസ്റ്റർ പെരേര, ഞാൻ താങ്കളെ പ്രതികരിക്കുകയായിരുന്നു. ഈ ഭസ്മം ഉള്ളിൽ ചെന്നാൽ മിസ്റ്റർ രാജൻ മോഹാത്സ്യപ്പെടും. അപ്പോൾ രാജനെ എൻ്റെ രഹസ്യ സംഗീതത്തിലേക്കും കൂടെയുള്ള മാലതിയെ എൻ്റെ രഹസ്യ ബംഗ്ലാവിലേക്കും കൊണ്ടുവരണം മിസ്റ്റർ പെരേര. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇതായിരിക്കും നിൻ്റെയും അവസ്ഥ. ബൈ ദ ബൈ, കാണാം. എങ്ങനെയുണ്ട്? കറക്റ്റ് അല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ നീ സ്വപ്നത്തിൽ വിചാരിക്കാത്ത സംഭവമാണ് ഞാൻ ഇവിടെ തരുന്നത്. ഇനി അടുത്ത് ആര് വേണം? എനിക്ക് നമ്മുടെ പ്രേംനസീറിന്റെ സംഭവം വില കൂടുതലാണ്. എന്നാലും കുഴപ്പമില്ല, എന്നാലും ഞാൻ തരാം കേട്ടോ. എനിക്കാണെങ്കിൽ പ്രേമിച്ച് നടക്കാല്ല. എന്തായാലും തരാം. പക്ഷെ നീ ഇത് കഴിച്ചു കഴിഞ്ഞാൽ സാമ്പിൾ തീർന്നതിന് മുമ്പ് വരണം. കാരണം ഇത് മരത്തിന്റെ മൂട്ടിലൊക്കെ ചെന്നിട്ട് കറങ്ങും. അമ്മാവൻ അങ്ങനെ ഒരിക്കലും പറയരുത് അമ്മാവ. അമ്മണിക്കുട്ടിയും ഞാനും തമ്മിൽ 10 വർഷമായിട്ട് മറിഞ്ചുറ്റി പ്രേമത്തിലാണ്. അമ്മണിക്കുട്ടിയെ മറക്കാൻ എനിക്ക് കഴിയില്ല അമ്മാവ. അമ്മണിക്കുട്ടി പലവട്ടം കാത്തു നിന്നു. ഞാൻ കോളേജിൻ മൈതാനത്ത് ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ? കമോൺ ബേബി, കം ടു മീ. വരില്ല നീ. എന്നാ പൊയ്ക്കോ മണ്ടിപ്പെണ്ണ്. ഒറിജിനൽ പോലും മധുസാറിന്റെ ഗുളിയുണ്ടോ? മധുസാറിന്റെ നീ എല്ലാം പഴയതിലാണല്ലോ പിടിക്കുന്നത്. സംഭവം ചെമ്മീൻ്റെ സംഭവമാണ് ഇത്. എടുത്തുതരാം. മധു എടുത്തോണ്ട് വാ. രാഘവ, കല്യാണിക്കുട്ടിയുടെ മകൾ ലക്ഷ്മിക്കുട്ടിയുമായി നിനക്ക് എന്താണ് ബന്ധം? ചോദിച്ച കേട്ടില്ലേ? പ്രേമമൊന്നും മണ്ണാങ്കട്ടെ എന്ന് പറഞ്ഞവളുടെ പുറകെ നടന്നിട്ട് ഒടുവിലെല്ലാം കഴിഞ്ഞപ്പോൾ നിനക്ക് അവളെ വേണ്ടാതായി. അല്ലടാ പട്ടി, പൊയ്ക്കോന്റെ മുന്നിൽ നിന്ന് പോകാൻ. സൂപ്പർ അല്ലേ? മധുവല്ലേ? ഇതെങ്ങനെ കണ്ടുപിടിച്ചെണ്ണ ഈ ഗുളികള്? എന്റെ പൊന്ന സുഹൃത്തെ, ഇത് ഭയങ്കര സംഭവമാണ്. സംഭവങ്ങളൊക്കെ കൊള്ളാം കേട്ടോ. സുരേഷ് ഗോപിയുടെ ഗുളിയുണ്ടോ? സുരേഷ് ഗോപി ഉണ്ടല്ലോ. ഇപ്പൊ കുറച്ച് നാളുകൊണ്ട് അത് പോകുന്നില്ല, കച്ചവടം ഇല്ലാത്തതാണ്. എന്നാലും ഉണ്ട്. എന്റെ അപ്പച്ചന്റെ ചോര കൊണ്ട് കളിച്ചതാ. ഈ കൂട്ടത്തിലേത് മോനാണെങ്കിലും അവന്റെയൊക്കെ വിധി എഴുതുന്നത് ചാക്കൊച്ചി നേരിട്ടായിരിക്കും. കിട്ടണം പന്ന കടയാടി മോനെ. കറക്റ്റായില്ലേ? സൂപ്പർ അല്ലേ? ഈ ഗുളികകളെ കഴിച്ചു തന്നെ ശ്വാസം മുട്ടി ചത്തുപോയേനെ. ഒരിക്കലും ഇല്ല സുഹൃത്തെ, ഇതിൽ സൈഡ് എഫക്റ്റ് ഇല്ല, സൗണ്ട് എഫക്റ്റ് മാത്രം. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, മനസ്സിലായില്ലേ? അത് ഈ തമിഴൊക്കെ സംസാരിക്കാവുന്ന ഗുളിയുണ്ടോ? തമിഴിന്റെ സംഭവം ഉണ്ട്, പക്ഷെ അത് വലിയ കച്ചവടം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചേ എടുക്കും. എന്നാലും ഞാൻ ഒരെണ്ണം തരാം. ഇത് ഈ തമിഴ് എടുത്തു കഴിഞ്ഞാൽ സംഭവം ഫ്രീ ഉണ്ട്. എന്ത് ഫ്രീ? സ്റ്റൈൽ ഫ്രീ ആണ്. സ്റ്റൈൽ ഫ്രീ? അതൊന്നും ഗുളികയാണ്. സ്റ്റൈൽ എന്ന് പറയാനേ നമ്മളെ തമിഴിന്റെ ആള് സൂപ്പർ സ്റ്റാറിന്റെ ഫ്രീ ഉണ്ട്. സ്റ്റൈൽ രജനികാന്ത്. கணா பன்னிக்கு தான் கூட்டமாக வருவேன். ஆனால் சிங்களத்தான் வருவேன். நான் வீசின கத்தி 10 செகண்டுக்குள்ளே நீங்கள் எடுத்தா சண்டை, நான் எடுத்தா சமாதானம். நீங்கள் முடிவு பண்ணுங்க. கெட்ட வச்சுக்கு வாவுக்குவா கவுண்டிங் ஸ்டார்ட் பாபா கவுண்டிங். என் வழி தனி வழி சீண்டாது. അയ്യോ പോയി. സംഭവം അങ്ങനെയുണ്ട്. കുഴപ്പമില്ല കേട്ടോ, കൊള്ളാം. കൊള്ളാല്ലേ? അപ്പൊ സാമ്പിൾ ഇനിയും തരുമോ? എനിക്ക് സാമ്പിൾ ഇന്നും തരില്ല. സാമ്പിൾ തരത്തില്ലേ? കാരണം ഇപ്പൊ കുറെ ആയി, മനസ്സിലായില്ലേ? എന്റെ സാമ്പിൾ തീരാറായി. അപ്പൊ നിനക്ക് ഇനി സാമ്പിൾ വേണോ? ഇനി സാമ്പിൾ ഉണ്ടെങ്കിൽ നിന്നെ സാമ്പിൾ അല്ല, നീ ഒറിജിനൽ വാങ്ങിക്കൂടെ? ഒറിജിനൽ വാങ്ങിക്കാൻ എത്ര രൂപയെന്ന് പറഞ്ഞേ? 9999. അയ്യോ, എൻ്റെ അത്രയൊന്നും ഉണ്ടാവില്ല. റിഡക്ഷൻ ഉണ്ട്, 1 രൂപ റിഡക്ഷൻ ഉണ്ട്. 1000 1 രൂപ റിഡക്ഷൻ ഉണ്ട്. അത് ശരി, മനസ്സിലായില്ലേ? അപ്പൊ നീ ഒറിജിനൽ വാങ്ങിച്ചാലേ നീ ഇവിടെ സംഭവം. ഒറിജിനൽ വേണ്ട, സാമ്പിൾ മതി എനിക്ക്. ഒറിജിനൽ എനിക്ക് വേണ്ട, സാമ്പിൾ മതി.
സാമ്പിൾ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല സുഹൃത്തെ. കാരണം സാമ്പിൾ ഒരു പരിധി വരെ നമുക്ക് ചെയ്യാൻ പറ്റും. നിനക്കിപ്പോ തെളിഞ്ഞല്ലോ സംഭവം ഇങ്ങനെയൊക്കെ ആവാൻ പറ്റുമെന്ന്. തെളിഞ്ഞല്ലോ. ഇനി നിനക്ക് ഒറിജിനൽ വാങ്ങിച്ചാൽ എന്താ? കാരണം ഞാൻ ഇത് ജീവിക്കാൻ വേണ്ടിയാണ് കൊണ്ടു നടക്കണ ചെറുക്ക. നീ ഇപ്പോ എനിക്ക് പൈസ ഇല്ലാത്തോണ്ടല്ലേ ഞാൻ സാമ്പിൾ ചോദിക്കുന്നത്. പൈസ ഇല്ലാത്തവന് സാധനവും തരില്ല ഞാൻ. നിനക്ക് പൈസ ഇല്ലെങ്കിൽ ഞാൻ നിനക്ക് ഫ്രീ ആയിട്ട് തരണം. സാമ്പിൾ ഫ്രീ എന്ന് പറഞ്ഞല്ലോ. സാമ്പിൾ കഴിഞ്ഞല്ലോ. 10-15 തന്നില്ലേ ഞാൻ. പിന്നെ പോ തിന്നുണ്ടെങ്കിൽ പോ. പ്രിയമുള്ള നാട്ടുകാരെ, ആരും മടിച്ചു നിൽക്കണ്ട, കാത്തു നിൽക്കണ്ട, കടന്നു വരൂ, കടന്നു വരൂ. വെറും 9,999 രൂപ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇങ്ങനെയൊക്കെ ആവാൻ ശ്രമിക്കാൻ പറ്റുമെന്ന്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എല്ലാം ആവാൻ ശ്രമിക്കും. ക്യാഷ് മുടക്കി സാധനം വാങ്ങൂ. നിങ്ങൾക്കും വലിയ ആൾക്കാരായി തീരാം. ഇതുപോലുള്ള നിരാശരായി നിങ്ങൾ കഴിയേണ്ട ഒരു കാര്യവുമില്ല. നിങ്ങൾക്ക് എന്നും ഇതുപോലെ ഉയർച്ചയിലേക്ക് പോകാം എൻ്റെ ഈ സാമ്പിൾ മാനരസ ഗുളികൾ വാങ്ങിച്ച് കഴിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് കടന്നു വരൂ, കടന്നു വരൂ. മടിച്ചു നിൽക്കണ്ട, കാത്തു നിൽക്കണ്ട. എല്ലാവരും ഒന്നുകൂടി കടന്നു വരൂ, കടന്നു വരൂ. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? എന്തിനാ ചേട്ടാ നോക്കി നിൽക്കുന്ന? വാ, കടന്ന് വാ. എന്റെ പൊന്നെ, ഇന്നത്തെ ബിസിനസ്. സാമ്പിൾ താട്ടെ. സാമ്പിൾ നിന്റെ അടുത്തല്ലേ പറഞ്ഞ സാമ്പിൾ തരാൻ പറ്റില്ല? അല്ല, നിങ്ങൾ പറഞ്ഞപ്പോ സാമ്പിൾ കൊടുക്കണ്ട. സാമ്പിൾ കൊടുക്കാം. നിനക്ക് ഞാൻ ഒരു കുറെ പ്രാവശ്യം തന്നില്ലേ? പിന്നെ നീ കയറി വന്ന സാമ്പിൾ തരാതെ ഞാൻ ഇവിടുന്ന് പോകത്തില്ല. യവ ഒരു മെനക്കേടായില്ലേ യവന. ഇനിയിപ്പോ എന്തൊരു പറഞ്ഞ് ഞാൻ ഒതുക്കായി യവന എന്നേക്കുമായിട്ട് അങ്ങ് തേക്കാം. വേണമല്ലേ? സാമ്പിൾ വേണം. സാമ്പിൾ തരാം. ഇത് എന്താണ്? എടുത്ത ഒറിജിനലാണ്. ഒറിജിനൽ ഇത്. കാരണം നിന്റെ മുഖവും നിന്റെ ആ ഒരു പാവത്തൊക്കെ കണ്ടപ്പോൾ എനിക്ക് കഷ്ടം തോന്നുന്നു. കാരണം നീ രക്ഷപ്പെട്ടോ പോയി. ഞാൻ ഒറിജിനൽ തന്നു. 10,000 രൂപ ഞാൻ കളഞ്ഞു. എന്റെ കയ്യിൽ കാശില്ല. കാശ് വേണ്ട. വേണ്ട, നീ എടുത്തു. 9,999 നിനക്ക് ഫ്രീ ആയിട്ട് ഞാൻ തരികയാണ്. എന്റെ കാശില്ലേ. പക്ഷെ നീ വലുതാവുമ്പോ എന്നെ തിരിച്ചറിയണം. അതൊക്കെ ഇരിക്കട്ടെ. ഇത് ആരുടെ ഗുളിയാണ്? ഷാറുഖ് ഖാന്റെ ഗുളിയ? ഇത് ഷാറുഖ് ഖാന്റെ ഒന്നല്ല. ഇത് എല്ലാവരും ആവാൻ പറ്റും. ഇത് ആരാകാനുള്ള ഗുളിയാണെന്ന് പറയും. ഇത് ആരാകാനുള്ള ഗുളിയാണ്. ഇത് ദിലീപ്. ദിലീപാ? സൂപ്പർ. ദിലീപ് അങ്ങനെ ഇനിയുള്ള ജീവിതകാലം മുഴുക്ക ദിലീപായിട്ട് എനിക്ക് വൈദ്യാ കഴിക്കട്ടെ. കഴിച്ചു. ഇതോടെ അവൻ്റെ വിന അങ്ങ് തീരുമല്ലോ. ഇവൻ ഇതായിപ്പോട്ട്. ചവിട്ടിക്കൂട്ടി ഞാൻ പുഴനെ ഹലോ, കോഴിക്കൂടിനകത്ത് കുറ്റിട്ടുന്നോ? ഞാനോ? ആ പണി ആരെടുത്ത്? ഞാനാ? കോഴിക്കൂടിനകത്ത് കുറ്റി ഞാനാ? ശരിയാ. കോഴിക്ക് സുഖമായിട്ട് കുറ്റിട്ട് കിടന്നൂടെ? ഗോപാലേട്ടാ, എന്തൊക്കെയുണ്ട്? നമസ്കാരം. പണിയൊക്കെ ഉണ്ടപ്പോ? പണിയുണ്ട്. അതിന്റെ ഒരു ഗുഡ് ന്യൂസ് പറഞ്ഞതാ. ഇന്നിപ്പോ എവിടെ പണി? ഇന്ന് ഇവിടെ ഒറ്റപ്പാലം മനേന്റെ പരിപാടി. മനേന്റെ? മന കഴുക്കോലായിരിക്കും. കഴുക്കോല് പണി ഇഷ്ടം പോലെ ഉണ്ടല്ലേ? നടുമുറ്റം 4 കെട്ടാണല്ലോ. ആശാരിമാർക്ക് ഇപ്പൊ നല്ല കോളല്ലേ? ഇങ്ങനെ ജീവിച്ചു പോകും. നമ്മുടെ വേലായുധേട്ടന്റെ വീട്ടില് ഫ്രണ്ട് ഡോർ ആരാ വെച്ചത്? ഞാനാണ്. ഗോപാലേട്ടൻ തന്നെ. നല്ല പണിയായിരുന്നു. നല്ല കൊത്തുപണിയുള്ള റോസാപ്പൂ ഒക്കെ ഉള്ള അടിയിൽ ഇങ്ങനെ ചെമ്പരത്തി പൂവൊക്കെ. എന്നിട്ട് താഴത്ത് ആശാരി ഗോപാലൻ കൊത്തിയിരുന്നു. അതെയോ? അത് വലുതായിട്ട് കണ്ടു. ബാനർ ആണല്ലോ. സംഭവം കുഴപ്പമില്ല. പക്ഷെ ആ ഡോറ് പൊളിഞ്ഞിട്ടുണ്ട്. ഡോറ് പൊളിഞ്ഞു വീണു. ഏത്? ഞാൻ ഫിറ്റ് ചെയ്ത ഡോറോ? അല്ല, ആശാരി ഗോപാലൻ അവിടെ തന്നെ ഉണ്ട്. ബാക്കിയുള്ളൊക്കെ പൊളിഞ്ഞു താഴത്തേക്ക് വീണു. ഡോറ് വീഴേ? ആ വേലായുധേട്ടന്റെ വീട്ടുകാരൊക്കെ അടിക്കാൻ വരും ഇപ്പൊ. എന്നെയോ? അതിനു മുന്നേ മുങ്ങിക്കോ. അങ്ങനെ ഡോറ് വീണിരിക്കണ്. എനിക്ക് വിശ്വാസമില്ല. കാരണം അങ്ങനത്തെ വർക്കാണ്. ഞാൻ കണ്ടതാണ് ആ ഡോറ് പൊളിഞ്ഞു വീണത്. എങ്ങനെയാണ് വീഴുക? എനിക്കറിയാൻ പറ്റത്. അഥവാ അത് വീണിട്ടുണ്ടെങ്കിൽ അതാരോ തുറക്കോ അടയ്ക്കോ ചെയ്തിട്ടുണ്ട്.
ഈ ഓലയൊക്കെ കൊണ്ട് ഇവിടെ ബ്ലോക്കിൽ നിന്ന് തെങ്ങും കെട്ട് പോണ വഴിയൊക്കെ കൊണ്ട് തേങ്ങായും വെച്ച് ഈ നാട്ടിൽ എൻ്റെ മക്കളുടെ കാര്യത്തിൽ എനിക്ക് ഉത്തരവാദിത്തമില്ലെന്ന് പറയുന്ന ടീമിനെ കാണിക്കാൻ വേണ്ടി തന്നെയാ ഞാനിത് വാങ്ങിച്ചുകൊണ്ട് വന്നത്. അറിയോ, എൻ്റെ കൊച്ചിന് പുതിയ ബാഗ്, കൊട, വാട്ടർ ബോട്ടിൽ. കേട്ടാ, എൻ്റെ മോൻ നാളെ സ്കൂളിൽ ചെന്നിട്ട് എന്ത് പറയുമെന്നറിയാവോ? എൻ്റെ അച്ഛൻ എനിക്ക് എന്ത് വാങ്ങിച്ചതെന്നറിയാവോ? പുതിയ ബാഗ്, പുതിയ വാട്ടർ ബോട്ടിൽ, പുതിയ കൊട. അവനടിച്ച് പൊളിക്കട്ടില്ല. അല്ല പിന്നെ ഇത്ര പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കള്ളു ഓടിച്ചു, കറക്റ്റ്. പക്ഷെ എൻ്റെ കൊച്ചിലെ കാര്യങ്ങളെല്ലാം ഞാൻ കൃത്യമായിട്ടാണല്ലോ ചെയ്യുന്നത്. അതറിഞ്ഞാൽ മതി നാട്ടുകാർക്ക്. ഞാൻ എൻ്റെ കൊച്ചിന് പുതിയ ബാഗ്, പുതിയ വാട്ടർ ബോട്ടിൽ, പുതിയ കൊട. അതെ, എന്നെ ഇപ്പൊ ചെയ്യുന്നത് നിനക്ക് ഇപ്പൊ ഓട്ടോ ഇല്ലടാ? ഓട്ടോ ഒക്കെ ഉണ്ടല്ലോ, അറിയാലോ. സ്കൂൾ ഓട്ടം ആയിരുന്നു. ആ പണി പോയെന്നേ. സ്കൂൾ ഓട്ടം നിർത്തി. തനിക്കറിയാലോ, ഞാൻ ഓരോ പിള്ളേരെ ഓരോ സ്ഥലത്തോടെ കൊണ്ടുവിടുക, ഓരോ സ്കൂളിൽ കൊണ്ടുവിടും. കഴിഞ്ഞ ദിവസം എനിക്കൊരു അബദ്ധം പറ്റി. അബദ്ധം പറ്റിയെന്ന് ഈ പിള്ളേരെല്ലാം ചുവന്ന് പറക്കി ഞാൻ ഓരോ സ്കൂളിൽ കൂടെ കൊണ്ടുവിടണം. കൊണ്ടുവിട്ടിട്ട് ഞാൻ ഓട്ടോ ബാക്കോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ ഒരു കൊച്ചിരിക്കുക. ഞാൻ ചോദിച്ചു, കൊച്ചിന്റെ സ്കൂള്? അപ്പൊ കൊച്ചു പറയാം, എന്റെ ഈ വക സ്കൂളൊന്നും അല്ലെന്ന്. പിന്നെ സ്കൂളായിരുന്നു? രണ്ട് കുരങ്ങിരിക്കുന്ന സ്കൂളാണ്. രണ്ട് കുരങ്ങിരിക്കുന്ന സ്കൂള് തപ്പി നടക്കാത്ത സ്ഥലമില്ല. എന്നിട്ട് നിനക്കറിയാം, അപ്പുറത്തെ പ്രവാചന്റെ കടയിൽ നിന്ന് മൈക്ക് സെറ്റും എടുത്ത് 2 ബോക്സും ആംബ്ലൂറും എടുത്ത് അവിടെ നിന്നോട് അന്വേഷണം ചെയ്ത് കുരങ്ങിരിക്കുന്ന സ്കൂളാണെന്ന് ചോദിച്ച് നടന്ന് ലാസ്റ്റ് ആ സ്കൂളിന്റെ വാതൊക്കെ ചെന്ന് കൊച്ചം കിടങ്ങി. ശരിക്കും പറഞ്ഞാൽ അത് കുരങ്ങല്ലായിരുന്നടാ, ആ ഗേറ്റ് 2 സിംഗായിരുന്നടാ. സിംഗോ? ഏതായാലും 10,000 രൂപ പോയി കിട്ടി. 10,000 രൂപ, ഇത് 1000 രൂപ തീരുന്ന കേസുണ്ടായിരുന്നു. നീ ഇപ്പൊ എവിടെ പോവാ? ഞാനിപ്പോ മാർക്കറ്റ് വരെ പോവാ. എന്താ കാര്യം? അല്ല, അല്ലറ ചില പരിപാടികളൊക്കെ ഉണ്ട്. നിന്റെ ഈ അല്ലറ പരിപാടി എന്ത് പരിപാടിയാടാ? എനിക്കൊരു ബാഗൊക്കെ വേണം, കൊച്ചു സ്കൂളിലേക്ക് ചേരുവല്ലേ. എനിക്കൊരു ബാഗൊക്കെ മേടിക്കാം, കൊച്ചു സ്കൂളിലേക്ക് ചേർന്നല്ലോ. നീ ബാഗ് മേടിക്കാൻ പോവാ? ഏതായാലും നിന്നെ കണ്ട നന്നായി. നമുക്കൊരു ചെറുത് മേടിച്ചാലോ? മേടിച്ചാലോ? അതിന് പൈസ കുറവാ. നിന്റെ കയ്യിലുണ്ടോ പൈസ? എന്റെ കയ്യിലില്ല പൈസ. അയൽക്കൂട്ടത്തിൽ നിന്ന് കിട്ടിയ പൈസയാണ്. അതിപ്പോ സാധനം എല്ലാം മേടിച്ച് ഇത്തിരി അടിച്ചു കഴിഞ്ഞപ്പോ തീർന്നു പോയി. പൈസ ഇല്ല നമ്മളിപ്പോ. നിന്റെ ഒന്നുമില്ലേ? എന്റെ കയ്യിൽ ഞാൻ പറഞ്ഞ വായി മേടിക്കാനുള്ള പൈസ അല്ലേ എന്റെ കയ്യിലുള്ളൂ. അത്രേ ഉള്ളൂ. നിനക്കിപ്പോ ആവശ്യം ബാഗാ? അതെ, അത്രയല്ലേ ഉള്ളൂ. നീ ഇതങ്ങോട്ട് പിടിച്ചേ, എന്നിട്ട് ചെറുത് മേടിച്ചിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാം. അതെങ്ങനെയാ? അത് നിനക്കിത് വീട്ടിൽ എടാ, നീ ഇത് മേടിച്ചോളൂ, നമുക്ക് അടിച്ചു പൊളിക്കാന്ന്. എടാ, ഇത് ഇങ്ങനെ ശരിയാവോ? എടാ, ഈ ബാഗ് എനിക്ക് തന്നു കഴിഞ്ഞാൽ നിന്റെ കൊച്ചിന് ബാഗ് വേണ്ടേ? അവനൊക്കെ വല്ല ചാക്കിനകത്ത് കൊണ്ടുപോകും. നീ പോയി സ്പോൺ മേടിച്ചോണ്ട് വന്നേ. അല്ല പിന്നെ നീ അറിഞ്ഞോ മേലവാനത്തെ? അത് ശരി, ചേട്ടൻ ഇവിടെ നിൽക്കണോ? ഇങ്ങനൊക്കെ ഒരു മനുഷ്യനാണോടോ? ഇങ്ങേരുടെ പെണ്ണും പിള്ളയും കൊച്ചും നേരം വെളുത്തപ്പോ തൊട്ട് ആ വീട്ടിൽ കിടന്ന് കരച്ചിലും അലമുറയാ. അറിയോ? ഇങ്ങനെ കാണില്ല എന്നും പറഞ്ഞു. അത് ശരി, സാധാരണ അവളെന്നെ കാണുമ്പോഴാണല്ലോ കടന്ന് ബഹളം ഉണ്ടാക്കണേ. ഇപ്പൊ എന്നെ കാണുന്നില്ലെന്നും പറഞ്ഞാണ് ബഹളം ഉണ്ടാക്കുന്നത്. അതൊന്നും എനിക്കറിയാൻ പാടില്ല. നേരം വെളുത്തപ്പോ തൊട്ട് പച്ച വെള്ളം കഴിക്കാതെ നിങ്ങൾ അവിടെ കരഞ്ഞോടിക്കണം. തനിക്കറിയാമോ അത്? അത് ശരി. എന്നിട്ട് ഇപ്പൊ സംഭവിച്ചെന്നെ? ഇപ്പൊ എന്നാ സംഭവിച്ചെന്ന് വെച്ചാ, ഒരു വിധത്തിൽ ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ആര്? ഞാൻ പറഞ്ഞ അവരെ കരയാതെ സമാധാനിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. എനിക്കൊരു കാര്യം അറിയാൻ വേണ്ടി. എന്നതാ? നിനക്കൊക്കെ സമാധാനിപ്പിക്കാൻ എന്റെ കുടുംബം മാത്രമേ ഉള്ളൂടാ. ഈ നാട്ടിലെ കംപ്ലീറ്റ് ചെറുപ്പക്കാർ സമാധാനിപ്പിക്കാൻ എന്റെ കുടുംബത്തോട്ട് കയറി. അതെന്നാന്ന് എനിക്കറിയാൻ മേലാത്ത. നമ്മളൊരു നല്ല കാര്യം ചെയ്ത് അത് കുഴപ്പമില്ല. നിർത്തിക്ക, സംസാരം നിർത്തുക. ഈ സമാധാനപ്രിയൻ ഇപ്പൊ എവിടെ പോവാ? ഞാൻ എന്റെ കൊച്ചിനൊരു വാട്ടർ ബോട്ടിൽ മേടിക്കണം, ഒരു കൊടയും മേടിക്കണം. അതിന് വേണ്ടി എന്റെ കൊച്ചിനൊരു വാട്ടർ ബോട്ടിലും കൊടയും മേടിക്കണം. അതിന് വേണ്ടി പോവാന്ന്. നിങ്ങളുടെ സൗകര്യം ഉണ്ടോ വീട്ടിലേക്ക്? അല്ല, അവിടെ നിൽക്ക്. എടാ, നീ പോയിട്ട് വരുമ്പോ ഒരു ചെറുത് മേടിച്ചിട്ട് ഒരു ചെറുത് മേടിച്ചോണ്ടായിരുന്നു. എന്റെ കയ്യിൽ പൈസ ഇല്ല. എന്റെ കൊച്ചിന് വാട്ടർ ബോട്ടിലും കൊടയും മേടിക്കുന്ന പൈസ എന്റെ കയ്യിലുള്ള. അതുകൊണ്ട് എടാ, ഈ മോനാഴ്ചയായിട്ട് ഒരു ചെറുത് മേടിക്കാനുള്ള പൈസ എന്റെ ഇല്ല. എന്റെ കയ്യിൽ പൈസ ഇല്ല. നീ ഇത്രക്ക് പിശുക്കനായിരുന്നു കേട്ടോ. ഞാൻ വല്ലപ്പോഴല്ലേ നിനക്ക് തന്നാലല്ലേ. ഞാൻ പറഞ്ഞല്ലേ, എന്റെ കൊച്ചിന്റെ കൊടയെ വാട്ടർ ബോട്ടിലും മേടിക്കാനുള്ള കറക്റ്റ് പൈസ എന്റെ അടുക്കുള്ളൂ. അതുകൊണ്ടാ. അത് ശരി. അപ്പൊ നിന്റെ പൈസ ഇല്ല. നിനക്കിപ്പോ എന്നാ വേണ്ട? എനിക്ക് എന്റെ കൊച്ചിന് വാട്ടർ ബോട്ടിലും കൊടയും മേടിക്കണം. കൊടയും മേടിക്കണം, വാട്ടർ ബോട്ടിലും മേടിക്കണം. ഇത് രണ്ടും കൂടെ പിടിച്ച്. ഇതെന്തിനാ? പോയൊരു ചെറുത് മേടിച്ചിട്ടോ. പോ. ഇതിപ്പോ ഇങ്ങനെ പിള്ളേർ എന്നാ ചെയ്യും?
എടാ അവരൊക്കെ വല്ല ചെമ്പലും ചൂടി പൊയ്ക്കോളൂന്ന്. നീ പോയി സാധനം മേടിച്ചിട്ട് പോടാ. ഇങ്ങനെ നന്നാവില്ല കേട്ടാ. ആ എന്റെ നന്നാകുന്ന നിന്റെ അല്ലേ ഇരിക്കുന്നത്. അടിച്ച് സെറ്റ് പോയി. എവിടെയാണ്? ഞാനൊരു കാര്യത്തിന് വേണ്ടി പോയതാണോ? എടാ നിന്റെ പെണ്ണും പിള്ളേ മക്കളെ കൂടി വീട്ടിൽ കിടന്ന് എന്ത് ബഹളോടാ? നിന്നെ നേരം വെളുത്തിട്ട് കണ്ടിട്ടില്ലെന്ന്. എന്നാ അപ്പൊ ഞാൻ കാണിച്ചു കൊടുക്കാലോ അവളെ. നീ എവിടെ പോയേക്കായിരുന്നു? ഞാനൊരു സ്ഥലമില്ല. നീ എവിടെ പോയാ? ഞാനാ? എടാ ഞാൻ നമ്മുടെ വീട്ടിൽ പിള്ളേര് പഠിക്കാൻ പോകണ്ടല്ല, അവർക്ക് ബാഗ് വാങ്ങിച്ച്, കുട വാങ്ങിച്ച്, റെയിൻകോട്ട് വാങ്ങിച്ച്, വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചു. പക്ഷെ ചെറിയ സാധനം മാത്രം നമ്മൾ മറന്നുപോയി. ഒരു പെൻസിൽ ബോക്സ് വാങ്ങിച്ചില്ല. അത് വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. നീ ഇതെവിടെ പോവാണ്? ഞാനും ഇതുപോലെ തന്നെ വാട്ടർ ബോട്ടിലും പെൻസിലും ഇതൊക്കെ മേടിക്കാൻ പോകേണ്ടതാ. പിന്നെ ബാഗും. എന്നിട്ട് ബാഗും വാട്ടർ ബോട്ടിലൊക്കെ എവിടെ? ബാഗ് ഇങ്ങോട്ട് വന്ന വഴിക്ക് നമ്മുടെ സുരേഷുമായിട്ട് ഷെയർ കൂടി ബാഗ് അങ്ങ് പോയി. ബാഗ് അവൻ കൊണ്ടുപോയി. വാട്ടർ ബോട്ടിലും കുട എവിടെ? രണ്ടാം നമ്മുടെ ജോണി ഇല്ലടാ, ജോണി. അവൻ വന്നപ്പോഴത്തേക്കിനും വാട്ടർ ബോട്ടിലും കൂടെ അവന്റെ ഷെയർ അതും ഷെയറിൽ പോയി. ഇതൊന്നും ഇല്ലാതെ നിന്റെ മക്കൾ എങ്ങനെയാ പഠിക്കാൻ പോണം? അവൻ പഠിക്കണ്ട. അവൻ പഠിക്കണ്ടെന്നേ. എന്റെ അച്ഛൻ എനിക്ക് വാട്ടർ ബോട്ടിലും കൊടയും ഈ ബാഗും ഒക്കെ മേടിച്ചു തന്നിട്ട് ഞാൻ നന്നായോ? ഇല്ല. അത് തന്നെയാ പറഞ്ഞ അവൻ പഠിക്കണ്ട. എടാ മത്ത കുത്തിയാ കുമ്പളം മുളയ്ക്കോ? മുളക്കില്ല. ശരി, നീ ഇപ്പൊ എവിടെ പോവാന്ന് പറഞ്ഞേ? ഞാൻ പറഞ്ഞില്ലേ എന്റെ പിള്ളേർക്ക് വേണ്ടിട്ട് പെൻസിൽ ബോക്സ് വാങ്ങാൻ പോവാ. നീ ഇപ്പൊ പെൻസിൽ ബോക്സ് മേടിക്കാൻ പോവാ. നീ പോയിട്ട് എനിക്ക് 1.5 മേടിച്ചു തരുവാ. എന്റെ 10 പൈസ ഇല്ല. എന്റെ പിള്ളേർക്ക് പെൻസിൽ ബോക്സ് മേടിക്കാനുള്ള കാശ് മാത്രമേ എന്റെ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ നീ ഒരു 1.5 മേടിച്ച് എനിക്ക് തരത്തില്ല. എന്റെ കാശില്ല. എന്റെ കാശില്ല. നിന്റെ കാശില്ല. നീ പെൻസിൽ ബോക്സ് പിടിച്ചിട്ട് എനിക്കൊരു 1.5 മേടിച്ചു താടാ. എന്നിട്ട് അത് കുഴപ്പമില്ല. ഞാൻ ഇന്നലെ വന്ന സമയത്ത് മെജോസ്റ്റിക്ഷൻ എന്ന് പറഞ്ഞ ഗുളിക കൊടുത്തായിരുന്നു. പനിക്കതല്ല കൊടുക്കുക? ഏതാണ്? മെഡാമോൾ അല്ലേ? മെഡാമോള്. സ്പെല്ലിങ്? അമ്മയുടെ അമ്മ മോൾ മോൾ മോളുടെ അല്ലേ? ഓക്കെ. ഇനി അത് കൊടുത്തോളട്ടാ. പനിക്ക് മെഡാമോള്. പിന്നെ ഒരു സംശയം, തലവേദനയ്ക്ക് അത് പറ്റുമോ? വേണ്ടല്ലേ? ഓക്കെ സാർ. നമസ്കാരം സാർ, ഞാൻ സാറിന്റെ ഹോസ്പിറ്റലിൽ നിന്ന് വരികയാണ്. എന്ത് വൃത്തിയോട് കാണിക്കുന്നത്? എന്താ സാർ? ഒരു ഡോക്ടർ എടുത്താണോ മൊബൈൽ ഉപയോഗിക്കുന്നത്? അയ്യോ, മൊബൈൽ എടുത്ത് മാറ്റോ. മൊബൈൽ അല്ല സാർ, പിന്നെ ഇത് ചെവി വേദനയായിട്ട് പൊത്തിപ്പിടിച്ചാണ്. ചെവി വേദനയായിട്ട്? അല്ല ഞാൻ പറഞ്ഞില്ലേ മൊബൈൽ ചെവി വേദന. അത് ഇന്നലെ സാറിന്റെ ഹോസ്പിറ്റലിൽ ഞാൻ വന്നിരുന്നല്ലോ, ചെവി വേദനയായിട്ട്. തൊട്ടപ്പുറത്തുള്ള നല്ലൊരു ഹോസ്പിറ്റൽ അല്ലേ? അതിനെ കുറിച്ച് പറയാൻ വേണ്ടി വന്ന. അപ്പൊ സാർ എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തല്ലോ. ചെവി വേദനയായിട്ട്. ചെവിയുടെ എന്തോ ഒരു സാധനം, എന്തോ ഒരു ഫ്രം അടിച്ചു പോയെന്ന് പറഞ്ഞല്ലോ. അപ്പൊ സാറ് നേഴ്സിനോട് പറഞ്ഞു ഒരു 3 തുള്ളി മരുന്ന് ഊറ്റിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ. 3 തുള്ളി ഡ്രോപ്സ് ചെവിയിൽ. അത് കുഴപ്പമില്ല. പക്ഷെ മാറിയിട്ടുണ്ടാവല്ലോ അസുഖം? മാറിയിട്ടില്ല, അത് വേറെ. പക്ഷെ അതല്ലാതെ രാത്രി 12 മണിക്ക് ശേഷം രാവിലെ വരെ വായയില് തുള്ളി മരുന്ന് ഊറ്റിച്ചോണ്ടിരിക്കുകയാണ്. ഇങ്ങനെ രാവിലെ വരെ ചെവി വേദനയ്ക്ക് വായയില് തുള്ളി മരുന്ന് ഊറ്റിച്ചോണ്ടിരിക്കുകയാണ് രാവിലെ വരെ, രാത്രി മുതൽ. അതിന് സാധ്യത കുറവാണ്. സാധ്യത ഉണ്ട്. അല്ല, ദാറ്റ്സ് ഇംപോസിബിൾ. നടക്കില്ല. വായലിറ്റിക്കേണ്ട കാര്യമില്ല രാത്രി 12 മണിക്ക് ശേഷം. ഇന്ന് രാവിലെ വരെ ഞാൻ എത്ര കഷ്ടപ്പെട്ട് ഇറക്കിയെന്ന് അറിയാവോ? രാവിലെ വരെ തുള്ളി മരുന്നിട്ടിക്ക? ഒരു മിനിറ്റ്. ഹലോ, ചെറിയൊരു സംശയം കൂടെ ഉണ്ട്. നമ്മുടെ ഹോസ്പിറ്റലിലെ മറ്റേ പ്രഭാകരൻ ഇല്ലേ, നമ്മുടെ മറ്റേ ചെവി വേദനയായിട്ട് വന്നിട്ടുള്ള ഒരാളിനുള്ള ഹോസ്പിറ്റലിൽ? അതാണ് ഈ പ്രഭാകരൻ, ഒരാളുള്ളൂ. അതപ്പോ ഈ മറ്റേ ചെവിയിൽ ഈ ഡ്രോപ്സ് ഉണ്ടല്ലോ, തുള്ളിമരുന്നുണ്ടല്ലോ, 3 തുള്ളിയല്ലേ ഒറ്റിക്കുന്നത്? അതെ. പിന്നെ രാത്രി 12 മണിക്ക് ശേഷം എന്തിനാണ് വായിൽ മരുന്നിട്ടിക്കുന്നത്? ഞാനില്ലാത്ത സമയത്ത് എന്ത് തോന്നിയ അസുഖം കാണിക്കാന്നാണോ? ഞാനവിടെ ഇല്ലാത്തതിന്റെ കുറവുണ്ട്, ഒരു രോഗിയാണെങ്കിൽ പോലും. കുറ്റിക്കല്ലേ? ഇല്ല, അല്ല ഉണ്ട്. തുള്ളിമരുന്ന് ഇല്ലെന്നല്ലേ പറയുന്നത്, വായിൽ ഇറ്റിക്കലില്ല. ഉണ്ടെന്ന്. ഇല്ലെന്നേ. അച്ഛനാണ് സത്യം, ചോദിച്ചു നോക്കുന്നൂടി. അല്ല, ശരിക്കും ഡ്രോപ്സ് കൊടുക്കുന്നുണ്ടോ വായില്? ഇല്ലല്ലേ? പിടികിട്ടി. നിന്നോട് ഞാൻ ഏത് വാർഡിലാണ് കിടക്കാൻ പറഞ്ഞത്? 7ാം വാർഡിലായിരുന്നു. എന്നിട്ട് എന്താ കിടക്കാൻ? അവിടെ ഫാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ 9ാം വാർഡിലേക്ക് മാറി കിടന്നായിരുന്നേ. 9ാം വാർഡിലേക്ക് മാറി. ആ മൂലയിലല്ലേ, ലെഫ്റ്റ് സൈഡിലെ മൂലയിൽ, ജനലിന്റെ അടുത്തായിട്ട്. ജനലിന്റെ അടുത്ത് അവിടെ നല്ല കാറ്റ് കിട്ടുമല്ലോ. അവിടെ നല്ല കാറ്റുണ്ടാവും. അവിടെ തന്നെ പണി കിട്ടിയത്. എടാ, അതിന്റെ മുകളിൽ ബാത്റൂമാ.
അവിടുത്തെ സ്ലാബ് ലീക്കായതാ. അതെ. ലീക്കായിട്ട് വെള്ളം ഇറ്റാ. രാത്രി വായം പൊളിച്ച് കിടന്നുറങ്ങുമ്പോ ആലോചിക്കണം. ഇറങ്ങി പോടോടുന്നു. ഓരോരുത്തർ വന്നോളൂ. വായിൽ തുള്ളി വരുന്നു. ഷേപ്പ് കണ്ടിട്ട് പന്നിപ്പനിയാണെന്ന് തോന്നുന്നു. അതേ ഷേപ്പ്. ടേക്ക് യുവർ സീറ്റ്. ഇതെങ്ങോട്ടാ വെക്കണ്ടേ? എങ്ങോട്ടാ വെക്കണ്ടേ? അവിടെ ഇരിക്കടോ. ഇരിക്കാൻ പറയുന്നത് ഇംഗ്ലീഷ് മനസ്സിലാവില്ല. എന്ത് പ്രശ്നം എന്താണ്? ഡോക്ടർ സെബാസ്റ്റ്യൻ അല്ലേ? സെബാസ്റ്റ്യൻ. അതെ. സാറിന്റെ വീട് ആദ്യം കോഴിക്കോടല്ലേ? കോഴിക്കോട്. അതെ. KSRTC സ്റ്റാൻഡിന്റെ ബാക്കില് കോഴിക്കോടായിരുന്നു അല്ലേ? അപ്പൊ സാറിന്റെ വീടിന്റെ ബാക്കിലാണ് എന്റെ വീട് ആ സമയത്ത്. അതെ. ഓക്കെ. പിന്നെ സാർ അവിടുന്ന് വീട് വിട്ടിട്ട് ഇവിടേക്ക് പോയല്ലേ? എറണാകുളത്ത് മഹാരാജാസ് കോളേജിന്റെ ബാക്കിലേക്ക്. അവിടുന്ന് മാറിയായിരുന്നു ഞാൻ. അവിടെ കലൂരായിരുന്നു ഞാൻ. മാറ്റം കിട്ടിയപ്പോ പിന്നെ അപ്പൊ തന്നെ ഞാൻ ഇവിടെ വീട് വിറ്റ് അങ്ങോട്ട് മാറി. അങ്ങോട്ട് മാറിയോ? മാറി. എന്റെ വീടിന്റെ മാറി. അത് കഴിഞ്ഞപ്പോ സാർ തിരുവനന്തപുരത്തേക്ക് ജോലി മാറ്റം കിട്ടി. അപ്പൊ തന്നെ ഞാൻ വീട് വിറ്റ് തിരുവനന്തപുരത്ത് സാറിന്റെ വീടിന്റെ ബാക്കിൽ. ഇതെന്താ എന്റെ വീടിന്റെ പുറകിലേക്ക് ഇങ്ങനെ വരാൻ കാരണം? എന്റെ അസുഖത്തിന് ഡോക്ടർക്ക് മാത്രമേ മരുന്ന് തരാൻ പറ്റത്തുള്ളൂ. ശരിയാക്കാം. സാറ് കരയരുത്. എനിക്ക് പിടിച്ചേക്കാൻ പറ്റുന്നില്ല. സാറിന് മാത്രമേ എന്നെ രക്ഷിക്കാൻ പറ്റുള്ളൂ. എന്താണ് അസുഖം? പറയൂ. എന്റെ അസുഖം പുറലോകം അറിയരുത്, ആരും അറിയിക്കരുത്. പറയൂ. എനിക്ക് സ്ത്രീകളെ കണ്ടാൽ വയലന്റ് ആയി പോവും ഞാൻ. വയലന്റ്. സ്ത്രീകളെ കണ്ടാൽ വയലന്റ്, അക്രമോ, അവസ്മാരൊക്കെ, വയതൊക്കെ തൊരിയൊക്കെ ഇങ്ങനെയൊക്കെ. ഞാൻ ഭയങ്കര അക്രമൊക്കെ. ഏത് സ്ത്രീകളെ കണ്ടാലും ഞാൻ 10 വർഷം എന്റെ അമ്മനെ കണ്ടിട്ട്. അമ്മേനെ കണ്ടാലും വരൂ? അമ്മനെ കണ്ടാ വരൂ. എന്റെ അമ്മായിമാരൊക്കെ പെങ്ങളെ കണ്ടാ വരൂ. ഭയങ്കര അക്രമാ. അപ്പൊ ഭാര്യയെ കണ്ടാലോ? കല്യാണം കഴിച്ചില്ല. അയ്യോ കഷ്ടമായി പോയി. എന്നിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങൂല. ഇത് പേടിക്കേണ്ട കാര്യമില്ല. ഇത് ഞങ്ങൾ ഈ ഡോക്ടർമാരുടെ ഭാഷയിൽ അസ്മോ മസ്കറ്റിസ് കുലാമനാരിസം വികാരിസം എന്ന് പറയും. എനിക്ക് തോന്നിക്കണത് ആസ്മോ മസ്കറ്റിസ് ഏത്? സാറ് പറഞ്ഞ അങ്ങനെയാണെന്ന് തോന്നിയല്ലേ? സ്ത്രീകളെ എപ്പോ കണ്ടാലും ഞാൻ വയലന്റ് ആവും. എപ്പോ കണ്ടാലും സ്ത്രീകളെ കണ്ടാലും എന്താണത്? ആ സ്ത്രീയുടെ ഫോട്ടോ എടുത്ത് മാറ്റൂ. എടോ സ്ത്രീ അല്ലത്, ബാബു ആന്റണിയുടെ ഫോട്ടോ. ബാബു ആന്റണിയാ? ഫോട്ടോ കണ്ടാലും മതി. സ്ത്രീയുടെ രൂപം മതിയല്ലേ? എത്ര വർഷമായി സീരിയല് കണ്ടിട്ട്? എന്താ എല്ലാം സ്ത്രീകളല്ലേ? അയ്യോ മുഴുവൻ സ്ത്രീകളാണല്ലോ. അതുപോലെ തന്നെ സിനിമ ഉണ്ടാവില്ല ഇടയ്ക്ക്. ന്യൂൺ ഷോ സിനിമകൾ രാത്രിയില് അത് കാണണല്ലേ? അങ്ങനെയുള്ളൊന്നും കാണാൻ പറ്റൂല എനിക്ക്. ഒക്കെ ശരിയാക്കി തരാം കേട്ടോ. ബസ്സിൽ വരെ കയറാൻ പറ്റൂല. പേടിക്കണ്ട, എല്ലാം റെഡിയാക്കി തരാം. ഇരുട്ട് റൂമിലാ ഞാൻ. ഇരുട്ട് റൂമിൽ പുറത്തിറങ്ങി ചായ ചായ വേണ്ട. ചായ വേണ്ട. കണ്ടില്ലല്ലോ പിന്നെ ഇളകണ്. കണ്ടോ? സ്വരം കേട്ടല്ലോ. ഇനി കേൾക്കൂല കേട്ടോ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ബ്ലഡും യൂറിനും സ്റ്റൂൾ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരും. എല്ലാ ആ ടെസ്റ്റ് ചെയ്യുന്നിടത്ത് പെണ്ണുങ്ങള് സ്ത്രീകൾ ഉണ്ടാവില്ലേ? ഞാൻ പോരാ അങ്ങോട്ട്. ലാബിലോ? ഉണ്ടാവില്ല. ഒന്ന് വിളിച്ചോക്കൂ. വെറുതെ ഞാൻ അവിടെ പോയിട്ട്. ഹലോ, ആ ലാബിൽ സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടോ? വേണ്ട ഒരെണ്ണം അവിടെ വേണ്ട. എല്ലാരും പറഞ്ഞോട്ടേക്ക്. അതെ, ഒരു പ്രത്യേക തരം രോഗി വരുന്നുണ്ട് അവിടെ. ഓക്കെ, ഇല്ലല്ലേ, പറഞ്ഞോട്ടെ. എല്ലാരും പോയില്ലേ? ഒരു കുഴപ്പമില്ല. ലിസി, ഇന്നേട്ടാ ചായ. ചായ നിന്റെ അടുത്ത് പല തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പേഷ്യന്റ് ഇവിടെ ഉള്ള സമയത്ത് ചായ കോയാന്ന് പറഞ്ഞിട്ട് തരരുതെന്ന്. അതിന് മാത്രം ഇപ്പൊ എന്ത് പറ്റിയെന്നോ? ഇവിടെ വന്ന പേഷ്യന്റ് പ്രത്യേകത എന്താന്ന് നിനക്കറിയാം? എടി, സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രത്യേക വയലന്റ് ആകല. ഇങ്ങനെ ആവും. അതാണോ ഇത്ര വലിയ പ്രശ്നം? അതൊരു സൈക്കിക് ഡിസോർഡറാ. ആര്? സൈക്കിക് ഡിസോർഡർ. അതിപ്പോ അങ്ങനെ ആക്കിയോ? ആണോ? പിന്നല്ലാണ്ട്. എന്നിട്ട് ഇതേപോലെ എത്ര രോഗികളാ എന്റെ അടുത്ത് വന്ന് ഞാൻ ചികിത്സിച്ചു വിട്ടിരിക്കുന്നേ ഈ രോഗത്തിനോ? എന്നിട്ട് അതൊന്നും ഇവിടെ നടക്കൂലട്ടെ കേസ്. എന്നാ ഞാനൊന്ന് നോക്കാം. ആരെ? ഇവനെ ടെസ്റ്റ് ചെയ്യണം. ഒരു കാര്യം ഞാൻ പറയാം, ഫുൾ ഉത്തരവാദിത്തം നീ ഏറ്റെടുത്തോളണം. ഫുൾ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തു. അത് പ്രശ്നമാവും മോളെ. ഒരു പ്രശ്നവുമില്ല, ഞാനൊന്ന് നോക്കാം. ഉത്തരവാദിത്തം ഏറ്റെടുക്കല്ലോ? ഓ യെസ്. എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം. അവനിപ്പോ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ട്. ഇപ്പൊ നീ പുറത്തു പോകുന്നു. അവൻ തിരിച്ചു വരുന്ന സമയത്ത് എടി ചായ എന്ന് ഞാൻ പറയും. അപ്പൊ നീ ചായ ഇട്ട് വരാം. അപ്പൊ അവന്റെ റിയാക്ഷൻ എങ്ങനെ ഉണ്ട് നോക്കാം. ശരി. ഓക്കെ. പിന്നെ ഫുള്ള് ഉത്തരവാദിത്തം നിനക്കാണ് കേട്ടോ. ഏറ്റൂന്നേ. ഓക്കെ. എന്ത് സംഭവിക്കുന്നു ദൈവത്തിനറിയാമേ. സാർ, മൈ ഗോഡ്, ഇതെന്തൊക്കെയാണ് സാർ? എന്ത്? ഇതില്
ഇതൊക്കെ നീ പഠിച്ചിട്ടുണ്ടോ അതൊക്കെ? ഇല്ല, അത് കണ്ടപ്പോ എനിക്കറിയാം, നോക്കാൻ കണ്ടപ്പോ അതില് എല്ലാം അറിയുന്ന പോലെ. എന്താ അത്? യൂറിൻ നോർമലാ? യൂറിൻ അല്ലത്, എന്റെ പേരാ. ആ ശരി. യൂറിൻ കുഴപ്പമില്ല. ബ്ലഡ് 30 kg. ബ്ലഡ് അല്ലത്, 30 വയസ്സാ. ബ്ലഡ് അടിയില്ലതാ. അതന്നെ. ബ്ലഡ് കുഴപ്പമില്ല കേട്ടോ. സ്റ്റൂള് കുഴപ്പമില്ല, ഒന്നും കുഴപ്പമില്ല കേട്ടോ. ഒരു കുഴപ്പമില്ല, ഒന്നുമില്ല. ശരിയാക്കും. നമുക്കതിൽ വഴികളുണ്ട്, ഇപ്പൊ ശരിയാക്കി തരാം. മരുന്നുണ്ട്. സത്യ. എടി ചായ ആ പറഞ്ഞത് ഓർമ്മയില്ലേ? ചായ ഇപ്പോ പേടിക്കല്ലേ? ഒരു പ്രശ്നമില്ല, ഇത് ഞാൻ ഏറ്റു. ഒരു പ്രശ്നമില്ലെന്നേ, ഞാൻ ഏറ്റു. പറഞ്ഞില്ലേ? നമ്മള് തമ്മിലുള്ള ബന്ധം ഡോക്ടർ അറിയില്ല. നന്നായി. ഹലോ, എക്സ്ക്യൂസ് മീ. നമസ്കാരം സാർ. ഓംപ്ലേറ്റ് ഉണ്ടോ? ഓംപ്ലേറ്റോ ഉണ്ടല്ലോ സാർ. ഉണ്ടല്ലോ അല്ലേ? ഓംപ്ലേറ്റ് ഉണ്ടല്ലോ. അതെ. ഓക്കെ, ഒരു സിംഗിൾ എടുത്തോളൂ. സിംഗിൾ ഓംപ്ലേറ്റ്. ഡബിളാക്കി എടുത്തോ. ഡബിളാക്കി എടുത്തോളൂ. സിംഗിൾ ഓംപ്ലേറ്റാ? ഒരു 4 മുട്ട പൊട്ടിച്ച് വെച്ചു. ഓക്കെ. സിംഗിൾ ഓംപ്ലേറ്റിൽ എത്ര മുട്ട? 4 മുട്ട പൊട്ടിച്ച് വെച്ചോളൂ. 4 കുഴപ്പമില്ല അല്ലേ? കുഴപ്പമില്ല കേട്ടോ. ഇനി ഇളക്ക് ശരിക്കും ഇളക്കൂ നന്നായിട്ട്. മിക്സി ഉണ്ടോ? മിക്സിയോ? ആ, മിക്സിയിലിട്ട് കഴിഞ്ഞാൽ ശരിക്കും അത് നന്നായിട്ട് മിക്സ് ചെയ്യും. മിക്സിയിലിട്ട് ഇളക്കൂല സാറേ? ഓക്കെ. സ്പൂൺ യൂറോപ്യൻ സ്റ്റൈലാണ് ഞാൻ പറയുന്നത്. യൂറോപ്യൻ സ്റ്റൈലല്ലേ? ആ ശരിക്കും ഇളക്കും. സാൾട്ട് ഉണ്ടോ? സാൾട്ട് ഇല്ല സാർ, ഇന്ന് രാവിലെ ഉണ്ടാക്കി കൊണ്ടുവന്ന നല്ല മുട്ട. ഇംഗ്ലീഷ് അറിയില്ല. സാൾട്ട് എന്ന് പറഞ്ഞാൽ ഉപ്പില്ലേ? ഉപ്പുണ്ടല്ലോ. അതെ, ഉപ്പുണ്ടല്ലോ. ഇട്ടോളൂ ഇട്ടോ. ശരിക്കും അത് മൊത്തോട്ടോ. അത് മൊത്തോട്ടുള്ളൂ. ഈ ഓംപ്ലേറ്റിലാ ഉപ്പ് മൊത്തം ഇട്ടോളൂ. വാരിയിടൂ. വാരിയിടൂ. കൂടുതലാവരുത്. കൂടുതലാവാൻ പാടില്ല. നമ്മൾ ഇടുമ്പോഴും സൂക്ഷിച്ചു വേണം ഇവിടെ. ഓക്കെ. ഇനി ഇളക്കൂ. മിക്സി മേടിക്കാൻ കിട്ടുമോ അടുത്ത് എവിടെയെങ്കിലും? അല്ല, ഞാൻ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തോളാം. ഓക്കെ. ശരിക്കും ഇളക്കിക്കോളൂ. നല്ല അങ്ങോട്ട് ഇളക്കിയിട്ട് സംഭവം. പെപ്പർ ഉണ്ടോ? ഇന്നത്തെ പേപ്പറാണോ? മലയാളം മനോരമ, മാതൃഭൂമി. അറിയില്ല, ഇത് യൂറോപ്പ്. അറിയില്ല, ഇംഗ്ലീഷ് അല്ല. പെപ്പർ മീൻസ് കുരുമുളക് പൊടിയില്ലേ? അതിന് പേപ്പർ എന്നാ പറയാ? പെപ്പർ. അത് കുരുമുളക് പൊടി ഇട്ടോളൂ. ഒരു 500 ഗ്രാം ഇട്ടോ. 500 ഇട്ടോളൂ. 500 ഗ്രാം കുരുമുളക് ഇട്ടോ. അത് അറിയില്ലേ? അത് നമ്മുടെ ഒരു യൂറോപ്യൻ സ്റ്റൈൽ. കൂടുതലാവണ്ട കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്തോളൂ. മിക്സ് ചെയ്തോളൂ. ശരിക്കും കലക്കും. പഞ്ചസാര ഉണ്ടോ? പഞ്ചസാര ഉണ്ട്, ഇപ്പൊ എടുത്തരാം കേട്ടോ. എന്തിനാ സാർ പഞ്ചസാര ഇതിലിടാൻ? ഓംപ്ലേറ്റ് ആരും പഞ്ചസാര ഇടില്ല സാർ. ഓംപ്ലേറ്റ് പഞ്ചസാര ഇടില്ലല്ലേ? സോ ഈ പഞ്ചസാരയിൽ ഓംപ്ലേറ്റ് ആവാലോ, തിരിച്ചാവാലോ. അങ്ങനെ തല തിരിച്ചാവാലോ. പഞ്ചസാരയിൽ ഓംപ്ലേറ്റ് ഇട്ടൂടെ? ഇട്ടുള്ളൂ. അങ്ങനെ യൂറോപ്യൻ സ്റ്റൈൽ തിരിച്ചു മറിച്ചു. ശരി. ഓക്കെ. ഇനിയിപ്പോ പഞ്ചസാരയിൽ ഓംപ്ലേറ്റ് ഇട്ടില്ലേ? ഇനി മിക്സ് ചെയ്തു. മിക്സ് ചെയ്യാം അല്ലേ? മഞ്ഞപ്പൊടി ഉണ്ടോ? മഞ്ഞപ്പൊടി ഇല്ലല്ലോ സാർ. മഞ്ഞപ്പൊടി എന്തിനാ സാർ മഞ്ഞപ്പൊടി ഇതിലിടാനേ? മഞ്ഞപ്പൊടി ഇതിലിടാൻ ഇല്ലേ? മഞ്ഞപ്പൊടി ഇല്ല സാർ. മഞ്ഞ നിറത്തിൽ എന്തെങ്കിലും കിട്ടുമോ? മഞ്ഞ നിറത്തിൽ ഒരു മഞ്ഞപ്പൊടി ഇല്ല. ഇന്ന് അമ്പലത്തിൽ പോയായിരുന്നു? അമ്പലത്തിൽ രാവിലെ പോയി, പിറന്നാളായിരുന്നു. ഓക്കെ. ഇതെന്താ കുറി ഉണ്ടല്ലോ അവിടെ? അതാ. ഓക്കെ, ധാരാളം മതി. ഓക്കെ. ചന്ദനക്കുറി ഇട്ടോ ഓംപ്ലേറ്റ് തകർത്ത് പൊളിക്കുള്ളൊരു വെറൈറ്റി. പട്ടിക്കാട്ടമുണ്ടോ? പട്ടിക്കാട്ടുണ്ട്, ഞാൻ കൊടുക്കണം. എന്ത് പട്ടിക്കാട്ടമുണ്ടോ? ഈ പട്ടികളൊക്കെ കാഷ്ടിക്കുന്ന കാട്ടം ഈ ഓംപ്ലേറ്റിലിടാൻ? ഇറങ്ങടാ.
യൂറോപ്യൻ സ്റ്റൈൽ പുറത്തിറങ്ങടാ. അതായത് യൂറോപ്യൻ സ്റ്റൈൽ പുറത്തിറങ്ങടാ. അതായത് മിസ്റ്റർ യൂറോപ്യൻ സ്റ്റൈലാണ് ഇത്. അതാണ് ഇറങ്ങണ പുറത്ത്. യൂറോപ്യൻ സ്റ്റൈലാണ്, അതുകൊണ്ടാണത്. ഇറങ്ങണ പുറത്ത്. യൂറോപ്യൻ സ്റ്റൈലാണ്. യൂറോപ്യൻ സ്റ്റൈൽ. അതെ അതെ, യൂറോപ്പിൽ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ. ഇപ്പൊ നമ്മള് ഇപ്പൊ ഇവിടുത്തെ സ്റ്റൈൽ, ഇവിടുത്തെ സ്റ്റൈൽ നീ കണ്ടില്ലല്ലോ അല്ലേ? ഇവിടുത്തെ സ്റ്റൈൽ നിനക്ക് കാണിച്ച സ്റ്റൈൽ. ആടാ ഭ്രാന്തനാണല്ലേ? അപ്പനാടാ. പട്ടിക്കാട്ട. നീ കോളേജ് ജംഗ്ഷനിൽ എന്താ കാണിച്ചേ? എസ് ഐ ശശികുമാർ വന്നാൽ നിന്റെ ഇന്ന് അടിച്ച് ഷേപ്പ് അല്ല പിന്നെ പോലീസുകാരുടെ കളി. എന്നോട് എസ് ഐ ശശി എന്താ പറഞ്ഞിരിക്കുന്നത്? മതിലുമ്പോ കയറാൻ. മതിലുമ്പോ കയറാൻ പോയിട്ടാണോ മതിലുമ്പോ? ഇവിടെ വേണം. ഇനി നീ പോക്കിരിത്തരം കാണിച്ച ഇടിച്ചതിന്റെ നട്ടല് ഞാൻ ഓടിക്കും. പോലീസുകാരെ കളയാക്കുന്നു. ഇപ്പൊ നിനക്ക് മനസ്സിലായോ? നട്ടല് എവിടെ മനസ്സിലായോ? മാറിക്കണം. അല്ല അതെ, ഇപ്പം ഭാര്യ ചുങ്കത്തേക്ക് മാറി. പിന്നെ പ്രൊമോഷനായിരുന്നു, SI ആയി. കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. 150 പേരെ ഏൽപ്പിച്ചായിരുന്നു. അതിൽ 100 പ്രതികളെ മാടം മാറിയ കാര്യം പറഞ്ഞു. ചുങ്കത്തേക്ക് SI ആയിട്ട് മാറ്റം കിട്ടിയത് ഞാൻ എന്നാ വേണം? അതെ, പ്രതികളോടാ കൂടുതൽ ഞാൻ പറഞ്ഞു. അവരെല്ലാം കൂടി കുറച്ച് SMS അയക്കാന്ന് പറഞ്ഞു. കിട്ടിയെന്നല്ല, കിട്ടി. ആയിക്കോട്ടെ, മാക്സിമം ഞാൻ പരിശ്രമിക്കാം. ശരി, ഓക്കെ. സാർ, ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? എന്നാടോ സാറിന്റെ കോസ്റ്റ് ഡ്രസ് മാറിപ്പോയി. മാഡത്തിന്റെ ഉടുപ്പല്ലേ ഇത്? എന്റെ പൊന്നെ, ഇനിയിപ്പോ എന്നാണ് ഒരു പേപ്പറിന്റെ ആവശ്യം കൊടുത്തേ? പേപ്പറൊന്നുമില്ല സാർ, ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇത് വെച്ചോണ്ട് നിങ്ങൾ നടക്കാൻ പറ്റുമോ? പിന്നെ മാറിയിരിക്കണോ? ഇത് പിടിച്ചേ ഇവിടെ വന്ന് പെട്ടെന്ന് വാ. ഇവനെന്നാ ഇത്? എവിടെയാണോ നീ പൂവാലത്തരം കാണിച്ച? മാറിയിരിക്കണ. നിന്നോട് ഞാൻ പറഞ്ഞാണോ? അതെ, ഞാൻ ഭിത്തി കയറി ഇപ്പുറത്തെത്തി സാറേ. ഞാൻ ഇവിടുന്ന് എങ്ങനെയാകട്ടെ? അപ്പൊ നീ ഒരു കാര്യം, ഇവിടെ നിന്ന് അങ്ങോട്ട് കയറി മര്യാദയ്ക്ക് ഭിത്തിയെ കയറാം. അത് ശരി. അവനെയൊക്കെ ഒന്ന് വീശിക്കേ. എന്നാ ഒരു ചൂടായി ഇവിടെ. ഈ AC-ന്റെ ഒരു സ്റ്റേഷൻ പിടിപ്പിക്കാൻ മുതിർന്ന ഉദ്യോഗസ്ഥരോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള, പക്ഷെ ആരെങ്കിലും മൈൻഡ് ചെയ്തിട്ടുണ്ടോ? ഇനിയിപ്പോ ഇത് ആരാ വിളിക്കുന്നത്? ഹലോ ഹലോ, അതെ, ശശി പ്രേമലത സ്പീക്കിംഗ്. അല്ല, ശശി സ്പീക്കിംഗ്. ആലുവ മാർക്കറ്റില്ല? എന്താ സാർ? തല വേറെ ആക്കിയോ? എത്ര പീസാക്കി? 3 പീസോ? തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ നെയ്മി മേടിക്കുമ്പോഴത്തെ 16 പീസാക്കി തന്നോന്ന്. എന്റെ വീട്ടിൽ കൊണ്ടാ പെണ്ണുപിള്ളിക്ക് ജോലിയല്ലേ? ആരെങ്കിലും കണ്ടു ചേരാനുണ്ടോ? ഇനി നെയ്മി ഞാൻ മേടിക്കാൻ വരുമ്പോൾ 3 അല്ല 16 പീസാക്കി തരണം കേട്ടോ. ഓക്കെ, മാർക്കറ്റിൽ നെയ്മ് മേടിക്കാൻ പോലും 3 പീസാക്കി കൊടുത്തു വിട്ടേക്കുന്നു. എന്നാ പറയാ? നമസ്കാരം സാർ. അയ്യോ നമസ്കാരം. പിന്നെ ഇരിക്കണം. കയറി കസേര തന്നെ കയറിയിരിക്കണം. പോലീസ് സ്റ്റേഷൻ വന്ന കാര്യം എന്തിനാ സ്റ്റേഷനിലെ ബുക്ക്? അത് ശരി, സ്റ്റേഷനിലെ ബുക്ക് കൊണ്ട് വേണം നിനക്ക് ഷൈൻ ചെയ്യാൻ. പിന്നെ ഒപ്പിടണം. ആദ്യം നീ ചെയ്ത തെറ്റെന്നോടൊന്ന് പറഞ്ഞു. അയ്യോ, ഞാനും ഒരു പാവവും കൂടെ ചേർന്ന് കഴിയുമ്പോ എന്നാന്നറിയോ? കണ്ടോ, അറിയാം. ഒരു തെറ്റും ചെയ്യാത്തവരെവിടെ വരാറുള്ളൂ. പറഞ്ഞു എന്നാ? എന്റെ വീട്ടിന്റെ അടുത്തുള്ള ഗോപാലിന്റെ കൊച്ചു പെണ്ണുണ്ട്, ഒരു 12 വയസ്സുള്ള കൊച്ചു പെണ്ണ്. 6ാം ക്ലാസ്സിലായിരിക്കും പഠിക്കുന്നത്. സാർ ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ലേ? പിന്നെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. കൊച്ചു പെണ്ണ്, ആ കൊച്ചു പെണ്ണ് ഇങ്ങനെ നടന്നു പോകുമ്പോ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഒന്ന് പേടിപ്പിച്ചു. അതിന് നാട്ടുകാരെല്ലാം കൂടി ചേർന്ന് പീഡിപ്പിച്ചു തന്നെ എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും. അതൊരു തെറ്റാണ്. അതൊരു വലിയൊരു തെറ്റൊന്നും പറയാൻ പറ്റില്ല. അത് തെറ്റല്ല ഒരിക്കലും.
അതൊരു തെറ്റ് എന്ന് പറയാൻ പറ്റിയല്ല. അത് പേടിപ്പിച്ചല്ലേ ഉള്ളൂ, പീഡിപ്പിച്ചല്ലേ. പിന്നെ പിന്നെ അതുകൂടാതെ എന്റെ വീടിന്റെ അടുത്തുള്ള മതിലിലൂടെ ഇങ്ങനെ നടന്നു പോകും, മതിലിന്റെ സൈഡിൽ കൂടെ നടന്നു പോകും. അപ്പുറത്തൊരു കുളമുണ്ട്. അവിടെ ഒരു 22 വയസ്സുള്ളൊരു പെണ്ണ് ഡിഗ്രിക്കായിരിക്കും പഠിക്കുന്നത്. ഡിഗ്രിക്ക് പഠിക്കുന്നത് കുളിച്ചുകൊണ്ടിരിക്കുന്നു. ആരായാലും ഒന്ന് എത്തി നോക്കില്ലേ? ചിലപ്പോ സാഹചര്യത്തിന്റെ ഇത് വെച്ചിട്ട് നോക്കും. ഞാനൊന്ന് എത്തി നോക്കി ആ മതിലെടുത്ത് ചാടി അതൊക്കെ ഇങ്ങനെ ഒന്ന് കെട്ടിപ്പിടിച്ചു. എങ്ങനെ? ഇങ്ങനെ ഒന്ന് കെട്ടിപ്പിടിച്ചു. അങ്ങനെയല്ലേ? ഇങ്ങനെ അല്ലല്ലോ, ഇങ്ങനെ ഒന്ന് കെട്ടിപ്പിടിച്ചു. അതിന് നാട്ടുകാരെല്ലാം കൂടി ചേർത്ത് എന്നെ അടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. ഒരിക്കലോ തെറ്റല്ല. ഇങ്ങനെ പറ്റൊന്ന് പിടിച്ചു എന്ന് പറഞ്ഞു. ഇപ്പൊ ഇങ്ങനെ ഞാൻ കണ്ണൂർ വഴി അല്ല ഇവിടെ ഞാൻ കണ്ണൂർ വഴി എന്റെ ബെൻസ് കാർ ഇങ്ങനെ ഓടിച്ചു വരും. അപ്പൊ ഒരു പ്രകടനം, അവിടെ ഒരു ചെറിയ കാശിപ്പിശ ഉണ്ടായി. അപ്പൊ ഞാൻ എന്റെ ചെറിയൊരു കത്തിന്റെ അരയില് ആ കത്തി എടുത്തിട്ട് ഈ കത്തി ഉപയോഗിച്ച് ഞാൻ ഒരാളെ ഒന്ന് വെറുതെ ഒന്ന് ഞോണ്ടി വേണ്ടിട്ടല്ലായിരുന്നു. അയാൾ മരിച്ചുപോയി. അതിനാണ് എന്നെ പോലീസ് ഇവിടെ പിടിച്ചുകൊണ്ടുവന്നത്. അതൊരു തെറ്റ്. അത് തെറ്റല്ല. അത് ശരിക്കും പറയും കത്തി കൈ കൊണ്ടു നടക്കുന്നത് നേരത്തെ നീ എന്നാ കരുതി? വേറെ അത് വെച്ചിട്ട് നോക്കി കഴിഞ്ഞാൽ അത് ചെറിയൊരു ഇതുണ്ട്, പക്ഷെ അത് തെറ്റല്ല. അല്ല ഒരിക്കലും അത് തെറ്റല്ല. അതുപോലെ സാർ, പഞ്ചായത്തിൽ ഒരാൾ വന്നിട്ട് എന്റെ അടുത്ത് ഒരു 10,000 രൂപ ഇന്ന എന്ന് പറഞ്ഞിട്ട് എന്റെ പോക്കറ്റിലേക്ക് വെക്കാൻ നിന്നു. കൈക്കൂലിയായിട്ട് മേടിച്ചല്ലോ. കൈക്കൂലിയായിട്ട് മേടിച്ചതല്ല. ഇന്ന എന്ന് പറഞ്ഞപ്പോ നീ മേടിക്കുവാണോ ചെയ്തത്? അതുപോലെ നീ ഇങ്ങ് തന്നേ എന്ന് പറഞ്ഞ് മേടിക്കുവാണോ? അപ്പോഴാണ് മേടിച്ചത്. അതൊരു തെറ്റെന്ന് പറയല്ല, അത് തെറ്റല്ല. അങ്ങനെ ഒന്നും തെറ്റായിട്ട് കൂട്ടാൻ പറ്റിയല്ല. അല്ല, ഇനിയിപ്പോ നാളെ മുതൽ അങ്ങോട്ട് കൊണ്ടുപോയി ഒപ്പിടിച്ചോണ്ട് വന്നാൽ മതി. തനിക്കൊന്നും ഒരു പണിയില്ലാതിരിക്കല്ലേ? ഓക്കെ. ഇങ്ങനെയുള്ളവരാണ്. ഇതൊരു തെറ്റാണോ സാർ? ഒരിക്കലും ഇതൊരു തെറ്റല്ല. അത് ഞാൻ കൊടുത്തോണ്ടിരുന്നായിരുന്നു. കേറാൻ പറ്റിയല്ല. പുറത്തൊരുത്തുന്നത് അവിടെ വന്ന് ഇപ്പോണ്ട് അവരിനി എന്നാ പറയാൻ വരുന്ന അവനൊക്കെ ഇടിച്ചു കൂട്ടി. അല്ല, അത് പറഞ്ഞായിരുന്നല്ലോ. അത് വലിയൊരു വീട്ടിലെ പെണ്ണല്ലേ വിളിച്ചു പറഞ്ഞു. ഇങ്ങോട്ട് കൊണ്ടുപോകണോ? എടാ, നീ ഭിത്തിയ കയറിയല്ലേ? കയറിയല്ലേടാ നീ ഭിത്തിയല്ലേ? കയറിക്കാൻ ഭിത്തിയല്ലേ? അവിടെ എവിടെ എന്നാ ഇത്? സെക്കൻഡ് ഷോ സിനിമയ്ക്ക് എപ്പോഴാ നീ സെക്കൻഡ് ഷോയ്ക്ക് പോയി? അതാണ് കുഴപ്പമുള്ള. എടാ, ആരെങ്കിലും ചെറുപ്പക്കാർ രാത്രി സെക്കൻഡ് ഷോയ്ക്ക് പോവോ? പിന്നെ പകല് പോയി കഴിഞ്ഞാൽ സെക്കൻഡ് ഷോ കാണാൻ പാടില്ലേ? സെക്കൻഡ് ഷോ ഏത് പടമായിരുന്നു? ഇംഗ്ലീഷ് പടമായിരുന്നു. ഇംഗ്ലീഷ് പടം സത്യം പറയാലോ, ഉണ്ടായിരുന്നു. 2 കഷ്ണം ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? ശരിക്കും കണ്ടായിരുന്നു. സൂപ്പറായിരുന്നു. ഇതേ കാണുന്ന സെല്ല് വേണ്ട, അതിനകത്തേക്ക് കയറി കിടന്നു. എടാ, ബാക്കി കഥ എന്റെ അച്ഛൻ വന്ന് പറഞ്ഞു തരും. ഞാൻ ഇപ്പൊ വരാം. അവനും വിടും. കൊള്ളാം. അങ്ങനത്തെ ഒരു പടം കണ്ടിട്ട് എത്ര കാലമായിരുന്നറിയത്. കേറാൻ പറ്റിയല്ല. നീ എല്ലാവരും പോടാ. ഇരിയടാ, എഴുന്നേറ്റ് എഴുന്നേക്ക ഇരിയടാ, എഴുന്നേറ്റ്. പറഞ്ഞു ഞാൻ തന്നെ ഇരിക്കും, എഴുന്നേക്ക. ഈ പോലീസ് സ്റ്റേഷൻ്റെ ഒരു കാര്യം, കുറെ പ്രതിനെ പിടിച്ചോണ്ട് വരിക, വെറുതെ അങ്ങോട്ട് മാറ്റി നിർത്തി അത് ചെയ്യിപ്പിക്കുക ഇത് ചെയ്യിപ്പിക്കുക. എന്ത് രസമല്ലേ? കേറാൻ പറ്റിയല്ല. ആ പടംകളി ഞാൻ രാവിലെ വന്നപ്പോ തൊട്ട് അവിടെ നിൽക്കുന്നതാണല്ലോ. അത് ആരാ പൊക്കിയ? ശശിധരനല്ലേ പൊക്കിയ? വിളിച്ചോണ്ട് വാ അവനെ. നീങ്ങ വന്നേ. സത്യമുള്ള പറ, എത്ര പീസുണ്ട് അതിനകത്ത്? പറഞ്ഞോ? 2 പീസ്. അത് തുടക്കത്തിലാണോ അവസാനമാണോ? തുടക്കത്തിൽ തന്നെ ആരാ നായിക? അതൊരു ഇംഗ്ലീഷിലെ ഒരു പാവപ്പെട്ട ദരിദ്രയായ ഒരു കുട്ടിയാണ്. പോയി പീച്ച്. ആഹാരത്തിന് പോലും കൈ കാശില്ലാതെ, വസ്ത്രം വാങ്ങാൻ പോലും കാശില്ല. ഞാൻ ഇതുപോലത്തെ പടം നേരത്തെ കാണുമായിരുന്നു. ഇപ്പൊ സമയമില്ല. വേണ്ടാന്നങ്ങ് വെച്ച് ലീവ് എടുത്ത് പോയി കണ്ടുകൂടെ സാർ? നല്ല രസമായി പടം. പക്ഷെ പീസ് വേണം ഇടയ്ക്കിടയ്ക്ക്. പീസ് ഉണ്ട്, നല്ല രസമായിരിക്കും. എന്താടാ പേര്? അന്തരമാൻ. പൈസ വെച്ച് ഇങ്ങനെ പടങ്ങളെയാണ് പരിപാടി അല്ലേ? നിന്നെ ഇന്നാളൊന്ന് പൊക്കിക്കൊണ്ടുവന്നല്ലേ? നീ അന്നേരം ഇത് എന്താ പറഞ്ഞ? നീ ഊരി പോയാലായിരുന്നു അന്ന്? അത് അന്ന് ജാമ്യത്തിൽ അതെ.
ഇപ്പൊ എത്ര വർഷമായി കളി തുടങ്ങിയിട്ട്? 16 വർഷമായി. അപ്പൊ നമുക്ക് ഇന്നങ്ങ് തുടങ്ങിയാലോ? ഇവിടെ ഇവിടെ കളിക്കാം. ഒന്ന് മാറ്റി വെച്ചു. തൊപ്പിയൊക്കെ അവനൊക്കെ എടുത്ത് വെച്ചേക്കുന്നു. അതെന്നറിയോ, ഇതൊരു ജനകീയ പോലീസ് സ്റ്റേഷനാണ്. ഇവിടെ വരുന്ന ആൾക്കാരുടെ ശിക്ഷ എങ്ങനെയാണെന്നറിയോ? പിറ്റല്ല, അവൻ പിറ്റേ കയറിക്കൊണ്ടിരിക്കുക, പൈസ വെച്ച് ചീട്ട് കളിച്ചതാ. ഇവൻ പൂവാലൻ. ഇരിക്കുക, എഴുന്നേറ്റ് എഴുന്നേറ്റ്. അവൻ പിന്നെ തുണ്ടുപടം കാണാം. അതുകൊണ്ട് നിന്നെ പിടിച്ചോട്ട് വന്നു കളിക്കും. ഇവിടെ വെച്ച് കളി. പടം ഞാൻ പിടിക്കാം. കട്ടയൊക്കെ ശരിയായിക്കോ. ഇതിന് പടം ഇല്ലേ? അതെ. എന്ത് പറ്റി? ഇതൊരു പെയിന്റിന്റെ പാത്രമാണ്. വേറെ വലിയ പാത്രം ഉണ്ട്, അത് പോലീസുകാരെ ഇടിച്ച് ചലക്കി കളഞ്ഞു. എന്നാ ഇതിന് മുന്നേ അയ്യോ, അപ്പൊ ഇത് നാളെ കളിക്കാം സാർ. അല്ല വേണ്ട, ഇത് പിടിച്ച ഇത് കളാ. ആ തൊപ്പിയും കാണിച്ച. ഈ തൊപ്പി തൻ്റെ അല്ലേ, ആ തൊപ്പിയും കാട്ടോ. ഇതുണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഇത് വെച്ച് കണ്ടോ കറക്റ്റായിട്ട് വരുകയും ചെയ്യും. ഇപ്പൊ ഇവിടെ ആരും കാണുമൊന്നുമില്ലല്ലോ. നീ ചെയ്തു കുത്തിക്ക്. ഇവൻ ഡയമണ്ട് 10 വേറെ ആരെങ്കിലും കളിക്കണോ? 2 രൂപ വെച്ചു. ഇവന് വെട്ടിന്നേ. അവന് വെട്ടി. പോയി പിറ്റേക്ക് കളിക്കാം. ശരി, അവൻ വെച്ചവന് കിട്ടിയപ്പോ പിന്നെയും വെക്കുന്നു. ഒരു 50 രൂപ കിട്ടും. ഒരു 50 രൂപ. വേറെ ആരും വെക്കണേ. ഇത് നോക്കിക്കോ, ഇത് നോക്കിക്കോ. അല്ല നീ കട്ട മറിച്ചു. ഇവൻ കട്ട മറിച്ചില്ലേ? നിങ്ങൾ വേണ്ടല്ലേ? നീ കട്ട മറിച്ചു. ഡയമണ്ട് അടിച്ചതിന് ഞാൻ കള്ളക്കളി കളിക്കല്ലേ സാറ് കളിക്കല്ലേ? ആര് കള്ളക്കളി കളിക്കണേ? ഇവനല്ലേ കള്ളക്കളി കളിച്ചത്? അതല്ലാണോ കള്ളക്കളി കളിച്ചത്? എന്റെ ഈ ഡയമണ്ട് വെച്ച് 50 രൂപ അടിച്ച് ആ 50 രൂപ 100 രൂപ നീ തരിയല്ലേ? അപ്പൊ ഇവനെന്നാ കൊടുക്കണ്ടേ? അല്ല സാർ, സാറ് കള്ളക്കളി കളിച്ചു. എപ്പോ കളിച്ചു? പോലീസ് ഓടിക്കോ. കോട്ടയത്തൊരു മൂത്ത പിള്ളേച്ചൻ 90 കഴിഞ്ഞപ്പോ പെണ്ണ് കെട്ടാൻ പോയി. എട്ടിലെ കോട്ടയത്തൊരു മൂത്ത പിള്ളേച്ചൻ 90 കഴിഞ്ഞപ്പോ പെണ്ണ് കെട്ടാൻ പോയി. നല്ല വാങ്ങി വന്ന് കാലി വാങ്ങി വന്നു. ഞാനും കൂട്ടുകാർ പന്തലിൽ ചെന്നു. കെട്ടിലെ കോട്ടയത്തൊരു മൂത്ത പിള്ളേച്ചൻ 90 കഴിഞ്ഞപ്പോ പെണ്ണ് കെട്ടാൻ പോയി. प्यार का इरादा है और एक वादा है जानम, तुमसे मिलने की तमन्ना है. प्यार का इरादा है और एक वादा है जानम, तो कभी मिले तो जमाना देखेगा अपना प्यार. ओ मेरे यार, ओ मेरे यार.